സഹൃദയരെ, ഗ്രേസ് കമ്മ്യൂണിറ്റി ചർച്ച് എന്ന പേരിൽ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളായി വ്യക്തികളായി കേരളത്തിൽ ചില യുവ സഹോദരന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്നാനം, കർത്താവിൻ്റെ തിരുമേശ തുടങ്ങിയ ക്രിസ്തീയ വേദ ഉപദേശങ്ങളുടെ അടിസ്ഥാന ചിന്തകളുടെ വികലമായ പഠിപ്പിക്കലുകളെ തിരുത്തേണ്ടതിന് ഈ കാലഘട്ടങ്ങളിലായി രംഗത്ത് വന്നിട്ടുള്ള ആദരണീയ ദൈവദാസന്മാരുടെ ചില ചിന്തകളും അവരുടെ ഇത്തരം വിഷയങ്ങളോടുള്ള വിമർശനങ്ങളെയും കുറിച്ച് ഏറ്റവും ഒടുവിൽ പ്രചരിപ്പിക്കപ്പെട്ട ആദരണീയനായ കർത്തദാസൻ ഫിലിപ്പി തോമസ് സാറിൻ്റെ ഒരു CD ഞങ്ങൾ കാണുകയുണ്ടായി. ആ CD-യുടെ പരാമർശം ഏതെങ്കിലും ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ വ്യക്തിപരമായ ഉപദേശ സംഹിതകളെ, അവരുടെ കാഴ്ചപ്പാടുകളെ മാത്രം ഏകീകരിച്ച് അതിനെതിരെയുള്ള ഒരു വാദമായിരുന്നു അദ്ദേഹം നിരത്തിയത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, വ്യക്തിപരമായ ആക്രമണങ്ങൾ ഒന്നും കൂടാതെ തന്നെ വളരെ പക്വമായി മാന്യമായി അദ്ദേഹം താൻ വിശ്വസിക്കുന്ന ഉപദേശ സത്യങ്ങൾ, ദൈവവചനത്തിൽ അന്തർലീനമായ വസ്തുതകൾ വളരെ ക്രമീകൃതമായി ചിട്ടയായി സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു പ്രസംഗ CD ആണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ആ CD അനേക ആളുകൾക്ക് സത്യവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുവാൻ, അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ പ്രേരകമായിക്കൊണ്ടിരിക്കുന്നു എന്നതിലും ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ആദരണീയനായ പാസ്റ്റർ ഫിലിപ്പി തോമസ് മാത്രമല്ല, ബഹുമാന്യനായ PT തോമസ് സാറ്, സാജുച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഷാജു മാത്യു തുടങ്ങിയ നിരവധി പേർ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ കൊല്ലം ഷമീർ, അങ്ങനെ അനവധി സുഹൃത്തുക്കൾ ഇത്തരം ഒരു ആന്തോളനത്തിൻ്റെ ഭാഗമായി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ അത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അത്തരം ഉപദേശത്തിനെ സ്ഥാപിച്ചുകൊണ്ടുള്ള നിലപാടുകൾക്ക് ഇന്ന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നതും സന്തോഷകരമായ ഒരു വസ്തുതയായി ഞങ്ങൾ കാണുന്നു. ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇത്തരം ഉപദേശപരമായ ഏറ്റുമുട്ടലുകൾ ക്രൈസ്തവ സഭയ്ക്ക് ഒരു പുതുമയല്ല. അത്തരം ഉപദേശങ്ങളുടെ ഏറ്റുമുട്ടലുകൾക്ക് അനവധി കാലങ്ങളുടെ ചരിത്രമുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഏതായാലും പാസ്റ്റർ ഫിലിപ്പി തോമസിനെ പോലെ, PT തോമസ് സാറിനെ പോലെ, ഷാജു മാത്യുവിനെ പോലെ ആദരണരായ പല ദൈവവൃത്യന്മാരും ഇത്തരം ആശയഗതികൾ പ്രചരിപ്പിച്ചത് വരും തലമുറയ്ക്ക്, നിഷ്പക്ഷമായി വചനം പഠിക്കുന്നവർക്ക് ഏറെ പ്രയോജനം ചെയ്യപ്പെടും എന്നത് ഇന്ന് ഒരു വസ്തുതയായിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, ഈ പ്രിയപ്പെട്ടവരുടെ വിവിധതരം പഠനങ്ങൾ രംഗത്ത് വന്നപ്പോൾ ഫിലിപ്പി തോമസ് സാറിൻ്റെ വാദഗതികൾക്ക് നേരെ ആക്ഷേപ ശരവർഷം ഉന്നയിച്ചുകൊണ്ട് പ്രിയ സഹോദരൻ ജോൺ ലോറൻസ് രംഗത്ത് വരിക ഉണ്ടായി. പാസ്റ്റർ ഫിലിപ്പി തോമസ് ഉപദേശപരമായി സഭാ നേതൃത്വ രംഗത്തുമൊക്കെ വളരെ കാർക്കശ്യ ബുദ്ധി പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കെമിസ്ട്രി ബിരുദധാരിയാണ്. സിസ്റ്റമാറ്റിക്കായി ദൈവവചനം പഠിച്ചിട്ടുണ്ട്. വേദപുസ്തക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു എതിരാളിയായി പിടിക്കുന്നത് ചിലർക്ക് പോപ്പുലാരിറ്റി ലഭിക്കാൻ കാരണമാകും. അതായിരിക്കണം ഒരുപക്ഷേ സഹോദരൻ ലോറൻസിന് അദ്ദേഹത്തോട് നേരിടുവാനുള്ള ഒരു ധൈര്യവും അത്തരമൊരു തൻ്റെയുമൊക്കെ പുലർത്തുവാൻ കാരണമായത്. ഇനി ആശയപരമായ ഒരു യുദ്ധത്തിനാണ്, ഒരാക്രമണത്തിനാണ് മുതിർന്നതെങ്കിൽ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ അത്തരമൊരു തെറ്റായ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം വചനത്തെ വളച്ചൊടിച്ചതും, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വ്യക്തതയില്ലാതെ പോയതും, അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൻ്റെ കുറവോ, അദ്ദേഹം ഗ്രഹിക്കുന്ന വാദഗതികൾ നിരത്തുന്നതിൽ കാണിച്ച അമാന്തം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ കുറവായും ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇത് കണ്ട ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടവരരുത്. അതുകൊണ്ട് പ്രിയ സഹോദരൻ ഉൾപ്പെടെ ഞങ്ങളുടെ ശ്രോതാക്കൾ, ഞങ്ങളുടെ സഹൃദയരായ സ്വീകർത്താക്കൾ ആത്മാർത്ഥമായും നിഷ്പക്ഷമായും ഞങ്ങളുടെ വാദങ്ങളെ, കാഴ്ചപ്പാടുകളെ വിലയിരുത്തും എന്ന പ്രതീക്ഷയോടെയാണ് ഇത്തരം ഒരു ആശയപ്രകാശനത്തിന് ഞങ്ങളിവിടെ മുതിരുന്നത്. ആദ്യമായി ഈ പ്രിയ സഹോദരൻ ജോൺ ലോറൻസ് പാസ്റ്റർ ഫിലിപ്പി തോമസ് അവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ വ്യക്തിപരമെന്നും ആശയപരമെന്നും രണ്ടായി തിരിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ ഫിലിപ്പി തോമസ് എന്ന വ്യക്തി യാതൊരുവിധ അറിവോ വചനപരമായ യാതൊരു പരിജ്ഞാനമില്ലാത്ത ആളും, അപ്പോൾ തന്നെ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന ഭാഗം വായിക്കണമെന്ന് ലോറൻസ് ശഠിക്കുന്ന ചില രംഗങ്ങൾ കണ്ടു. എത്രയോ ബാലിശമാണ് സഹോദരൻ്റെ വാദം. അതുകൊണ്ട് വ്യക്തിപരമായ അത്തരം ആരോപണങ്ങൾക്ക് സമൂഹം മറുപടി പറയട്ടെ. ഫിലിപ്പി തോമസിനെ അറിയുന്ന, ജോൺ ലോറൻസിനെ അറിയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അത് അവർ വിലയിരുത്തിക്കൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനായിട്ടുള്ളൂ. ഒരു കാര്യം, ഈ വസ്തുത പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നു, ഞങ്ങൾ കൃപയുടെ സുവിശേഷകരെ ഒറ്റപ്പെടുത്തുന്നു, ഞങ്ങൾ കൃപയുടെ സുവിശേഷകരെ ആക്രമിക്കുന്നു. എന്താണ് ഈ കൃപയുടെ സുവിശേഷം? എന്താണ് ന്യായപ്രമാണം? അതിലേക്ക് ഇന്ന് വരും മുമ്പ് ഒരു വസ്തുത തിരുത്തേണ്ടതുണ്ട്. ബൈബിൾ കോളേജുകളിൽ പഠിക്കുന്നത്, സെമിനാരികളിൽ പഠിക്കുന്നത് തികച്ചും ബാബിലോന്യമാണ്. സെമിനാരികൾ ബാബിലോന്യമാണ്. എന്താണ് ഈ ബാബിലോൺ? ആ പദത്തിൻ്റെ അർത്ഥം അറിയുമോ?
അതെന്താണെന്നറിയുമോ? അതേക്കുറിച്ച് ഗ്രഹിച്ചിട്ടുണ്ടോ? അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് എന്ന് പറയുന്നത് ആത്യന്തികമായി ബൈബിൾ അറിയാനുള്ളൊരു വഴിയായി ലോകത്താരും കാണുന്നില്ല. ആരും അതിനെങ്ങനെ കാണുന്നില്ല. എന്നാൽ ക്രിസ്തീയ സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് ക്രിസ്തീയത വളരെ പ്രചരിക്കപ്പെട്ടപ്പോൾ അത് ക്രമീകൃതമായി വചനം പഠിക്കണം എന്ന ആവശ്യകതകൾക്ക് വേണ്ടിയാണ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടായത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സിസ്റ്റമാറ്റിക്കായ സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിലിരുന്ന് പഠിക്കുന്ന ഒരു അധ്യേതാവിന് വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അനൗപചാരികമായി പഠിക്കുന്നതിനേക്കാൾ കുറേ കൂടി സമയം ലഭിക്കുന്നു, വ്യത്യസ്ത അധ്യാപകരുടെ സാന്നിധ്യം ലഭിക്കുന്നു, വിശാലമായ ലൈബ്രറികളുടെ സൗകര്യം ലഭിക്കുന്നു. ഇതിനപ്പുറത്ത് അതിനെന്തെങ്കിലും പ്രസക്തി ഉള്ളതായി ഞങ്ങളും കാണുന്നില്ല. ആത്യന്തികമാണ് ബൈബിൾ കോളേജിലെ പഠനം എന്ന് ഞങ്ങൾ കാണുന്നില്ല. ബൈബിൾ കോളേജിലെ പഠനങ്ങളോടും ഞങ്ങൾ വിയോജിപ്പുള്ളവരാണ്. അപ്പോൾ തന്നെ ബൈബിൾ കോളേജുകളെ ആക്ഷേപിക്കുവാൻ ജോൺ ലോറൻസ് മാത്രമല്ല മുതിരുന്നത്, അതിന് പലരും ശ്രമിച്ചിട്ടുണ്ട്. കിട്ടാത്ത മുന്തിരിങ്ങ വിളിക്കുന്നത് അത് സ്വാഭാവികമായി നമ്മൾ കണ്ടുവരുന്ന ഒരു വസ്തുതയാണ്. അത്തരം അപകർഷതാബോധങ്ങളോട് ഞാൻ മറുപടി പറയാൻ ആളല്ല. അതിൽ സഹോദരനോട് ഞാൻ സഹതപിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്താണ്, ബൈബിൾ കോളേജിൽ പഠിക്കാതെ തന്നെ വചനം പഠിച്ച് എത്രയോ മാന്യന്മാർ ഈ സ്ഥലത്തുണ്ട്. ഞങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. വിശേഷിച്ചും പെന്തക്കോസ്ത് തലമുറയ്ക്ക് ഈ ബൈബിൾ കോളേജുകളും സ്ഥാപനങ്ങളുമൊക്കെ അടുത്ത കാലത്തുണ്ടായതാണ്. അതിനു മുമ്പുള്ള ഞങ്ങളുടെ പഠനങ്ങൾ പക്വതയുള്ള ഒരു ദൈവദാസനൊപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടി ചുമന്ന്, അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴുകി, അദ്ദേഹത്തിൻ്റെ ശിക്ഷണ നടപടികൾ സ്വീകരിച്ച് ഒരു ശിഷ്യനെപ്പോലെ പോകുന്ന ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നാണ് ഞങ്ങളുടെ പഠനം ആരംഭിക്കുന്നത്. കുറേ കൂടി സൗകര്യങ്ങളുണ്ടായപ്പോൾ കൂടുതൽ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കീഴിലായി. അദ്ദേഹം പഠിപ്പിച്ചിറക്കിയ കുട്ടികൾ പിന്നെ അധ്യാപകരായി. ഇത്തരം വളരെ ക്രമീകൃതമായൊരു രീതിയിൽ വളരെ സാവധാനതയോടെ അതിൽ നിന്ന് അവധാനതയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം പരിശീലനങ്ങൾ കിട്ടാതെ പോയതിൻ്റെ ഒരു കുറവ് സഹോദരന് വളരെ വ്യക്തമാണ്. താങ്കൾക്ക് അപകർഷതാബോധമില്ലെങ്കിൽ ദയവായി ഏതെങ്കിലും നല്ല സ്ഥാപനങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അവിടെ പോയി താങ്കൾ പഠിക്കുന്നത് യുക്തമായിരിക്കും. ഇത്തരം അറിവില്ലായ്മകൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് നിന്ന് താങ്കൾക്ക് വേറിട്ട് നിൽക്കുവാനും ഇത് ഒരു വഴിയാകും. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന താങ്കൾ ബൈബിൾ കോളേജിൽ പഠിച്ച് ഗവേഷണം ചെയ്തവരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് ബോധ്യം വരുന്നു. കാരണം നോസ്റ്റിക് എന്നൊരു പദം നിങ്ങൾ ഉച്ചരിക്കുന്നു. ബൈബിൾ വായിച്ചാൽ നോസ്റ്റിക് എന്നൊരു പദം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല. നോസ്റ്റിസിസം, ഈ പദങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല. ഒന്നുകിൽ അത് ഗവേഷണം ചെയ്തെടുത്ത ബൈബിൾ കോളേജുകളിൽ പഠിച്ച, സെമിനാറുകളിൽ പഠിച്ച, നിങ്ങളേറെ ആക്ഷേപിക്കുന്ന ബാബിലോന്യമെന്ന് കരുതുന്ന ചില ആളുകളുടെ ചിന്തകളുടെ അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ പറഞ്ഞു വിടുന്നത്. അടുത്തത് അതിൽ പറയുന്ന മറ്റൊരു വസ്തുതയുള്ളത്, ഞാൻ എൻ്റെ പുസ്തകമാണ് വായിക്കാറുള്ളത്, മഹാന്മാരുടെ കൃതികളോ ഒന്നും വായിക്കാറില്ല. പഠിച്ചവരെ, അറിവുള്ളവരെയൊക്കെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതൊന്നും അത്ര പക്വമായ ഒരു ആത്മനിർഭരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒന്നറിയട്ടെ, ആശയപരമായി താങ്കൾക്ക് ആരെയും കണ്ണിക്കാം. എന്തിന്, ഞാൻ എഴുതുന്ന എഴുത്തിൻ്റെ മേഖലയിൽ വ്യാപരിക്കുന്ന ഒരാളാണ്. എൻ്റെ എഴുത്തുകളോട് വളരെ വിമർശനമുള്ള, വിയോജിപ്പുള്ള ഒരാളാണ് പാസ്റ്റർ ഫിലിപ്പി തോമസ്. അതിൻ്റെ പല കാഴ്ചപ്പാടുകളോടും അദ്ദേഹത്തിന് യോജിപ്പില്ല. അദ്ദേഹം ചിലത് എന്നെ ശാസിക്കാറുണ്ട്, ചിലത് തിരുത്താറുണ്ട്, ചിലത് ഇഷ്ടപ്പെടാറുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ബാധിച്ചിട്ടില്ല. പി.ടി. തോമസ് സാറ്, സാജുച്ചായൻ, ഇവരുടെയൊക്കെ കാഴ്ചപ്പാടുകളിൽ ചിലതിനോട് പരസ്പരം വിയോജിപ്പുണ്ട്. പരസ്പരം ആർക്കും ആരോടും യോജിപ്പില്ല പലതിലും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മെ ഭരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അത് ബൈബിളിൻ്റെ ചിന്താകരപരമായ ആ ത്രെഡ് അതിൽ നിന്നും വിഭിന്നമായി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുവനെ തിരുത്താതിരിക്കുവാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. അപ്പോൾ ബൈബിൾ മാത്രമേ താങ്കൾ വായിക്കാറുള്ളൂ, അതാണ് താങ്കളുടെ അടിസ്ഥാന ചിന്ത എന്നൊക്കെയുള്ള വാദത്തെ ഞാനൊരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്. ഈ ബൈബിളിനുള്ളിൽ നിന്ന് ബൈബിൾ എന്നൊരു പദം കാണിച്ചു തരാമോ? ആ പുസ്തകത്തെ അങ്ങനെ വിളിക്കണം എന്നൊരു സൂചന എവിടെയെങ്കിലും കാണിച്ചു തരാമോ? ആരാണ് ആദ്യം ബൈബിൾ എന്ന പദം ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിന് ചരിത്രം പഠിച്ചേ പറ്റൂ. 66 പുസ്തകങ്ങൾ ഒരിക്കലും ആത്മാവ് താങ്കൾക്ക് നേരിട്ട് ഇറക്കി തന്ന അല്ലെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു. അതാരും ഉൾക്കൊള്ളുകയില്ല. യേശുവാണ് ബൈബിൾ എഴുതിയത് എന്നൊക്കെ താങ്കൾ പറയുന്നു. ഏതർത്ഥത്തിലാണ്? യേശു നിലത്താണ് എഴുതിയത്. നിലത്ത് മാത്രമേ യേശു ആകെ എഴുതിയിട്ടുള്ളൂ. യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. യേശുവിൻ്റെ വാക്കുകളാണ് വചനം, അതിൽ തർക്കമില്ല. ബൈബിൾ എഴുതിയത് യേശുവാണ്, യേശു അല്ല എന്നൊരു വാദത്തിനൊന്നും ഇപ്പോൾ ആവശ്യകതയില്ല. എങ്കിലും പറയട്ടെ, അതൊക്കെ അമിത ആവേശം കൊണ്ട് വികാരപരമായി താങ്കൾ പടച്ചുവിടുന്ന ചില ചിന്തകളാണ്. നമ്മൾ ഒരു സാമൂഹ്യ മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ, പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇമോഷണലാകരുത്, ഇത്ര കണ്ട് ഇമോഷണലാകരുത്. അത്തരം ഇമോഷണലായി, വൈകാര്യമായി കാര്യങ്ങളെ പ്രതികരിക്കുന്നത് ഒരു ക്രിയാത്മകമായ ചർച്ചയുടെ മര്യാദകളോ അല്ല എന്നുകൂടി സൂചിപ്പിക്കട്ടെ. എന്നാൽ പാസ്റ്റർ ഫിലിപ്പി തോമസ് ഒരു വാക്യം മുമ്പോട്ട് വച്ചിരുന്നു. അത് യൂദാലേഖനം 3-ാം വാക്യമാണ്. 3-ാം വാക്യം. ആ 3-ാം വാക്യത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത് വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആ വാക്യത്തിനൊരു മറുപടിയൊന്നും താങ്കൾ പറയേണ്ടിയിരുന്നില്ല. കാരണം താൻ എന്തിനിത് ചെയ്യുന്നു എന്നതിൻ്റെ സ്റ്റാൻഡായി, തൻ്റെ നിലപാടായിട്ടാണ് ആ വാക്യവും അപ്പോസ്തല പ്രവൃത്തി 20-29 വാക്യവും ഫിലിപ്പി തോമസ് സാർ ഉന്നയിക്കുന്നത്. ഈ 2 വാക്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതിൻ്റെ ലക്ഷ്യം, അതുവഴി താൻ എന്തിനിത് ചെയ്യുന്നു, ഹിസ് ഇൻറ്റൻഷൻ, അദ്ദേഹത്തിൻ്റെ പർപ്പസാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ താങ്കൾ ആദ്യം ചെയ്യുന്നത്, താങ്കൾ അതിനും മീതെ ചിന്തിക്കുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈ വാക്യങ്ങളുടെ ഉള്ളടക്കത്തെ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖണ്ഡിച്ചു. താങ്കൾ ഇടയ്ക്ക് പറയേണ്ടത്, ഏത് വാക്യവും ഞാൻ ഖണ്ഡിക്കും.
ദൈവത്തിൻ്റെ വചനത്തെ മനുഷ്യൻ എങ്ങനെയാണ് ഖണ്ഡിക്കാൻ സാധിക്കുക? അതിൻ്റെ വ്യാഖ്യാനങ്ങളെ ഖണ്ഡിക്കണം. വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്യത്തെ ഖണ്ഡിക്കാനൊന്നും താങ്കളല്ല, ലോകത്ത് ആർക്കും കഴിയില്ല. ദൈവവചനത്തെ ആർക്കും ഖണ്ഡിക്കാനാവില്ല. വ്യാഖ്യാനങ്ങളെ, വാദഗതികളെ, ചിലരുടെ നിലപാടുകളെ ഒക്കെ ഖണ്ഡിക്കാം. അങ്ങനെയാണ് പറയേണ്ടത്. ഏത് വാക്യവും ഞാൻ ഖണ്ഡിക്കാം എന്നുള്ള ആ വെല്ലുവിളിയൊന്നും അത്ര വിലപ്പോകുന്ന വെല്ലുവിളികളല്ല. താങ്കൾക്ക് ഖണ്ഡിക്കാനാവില്ല, ബൈബിളിലെ ഒരു വാക്യവും താങ്കൾക്കെന്നല്ല ആർക്കും ഖണ്ഡിക്കാനാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ അതിൽ യൂദയുടെ ലേഖനത്തിലെ 3-ാം വാക്യത്തിലെ ഒരു പ്രയോഗമുണ്ട്, പോരാടുക. താങ്കൾ പറയുന്നത് അത് അന്യനെ വിമർശിക്കലല്ല, കുറ്റം ആരോപിക്കലല്ല തുടങ്ങിയ പ്രയോഗങ്ങൾ. ഇത് കേട്ടാൽ ആരും ഇഷ്ടപ്പെടുന്നതാണ്. അന്യനെ വിമർശിക്കരുത്, കുറ്റം ആരോപിക്കരുത്, ഇതൊക്കെ ഒരു സാമാന്യ നീതിയുടെ ഭാഗമായി ലോകം പറയുന്നതാണ്. ഈ പറയുന്ന ആളുകളൊക്കെ താങ്കളുടെ വ്യക്തിപരമായ ആവശ്യത്തിൻ്റെ മുമ്പിൽ വിമർശിക്കും. താങ്കൾ ആ കാസറ്റ് അരിച്ചു പഠിക്കുക, അതിൽ താങ്കൾ എത്ര ശതമാനം വിമർശനം നടത്തിയിട്ടുണ്ട്, അത് തെറ്റൊന്നുമല്ല. താങ്കൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയുന്നത് വിമർശനമാണ്. അതിനെ വിമർശനത്തിൻ്റെ നിലവാരവും ചൂടും തമ്മിൽ വ്യത്യാസം കാണും. അത് ശകാരമൊന്നുമല്ല. ഞങ്ങളതിനെ നല്ല സെൻസ് ഉൾക്കൊള്ളുന്നു. സഹോദരൻ്റെ ആ വികാരങ്ങളെ നല്ല ലക്ഷ്യത്തോടെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നൊരു പദം, പോരാടുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നൊരു പദമുണ്ട്. അത് ഗ്രീക്കിലെ എപ്പഗോമിസോമായി ഉപയോഗിച്ചിരിക്കുന്നു. എപ്പഗോമിസെ തായ് എന്ന പദവും ഉപയോഗിച്ചിരിക്കുന്നു. പദം ശ്രദ്ധിക്കുക, എപ്പഗോമിസോമായി. ഈ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു ഭാഗം, ഈ പദങ്ങൾ 2 തിമോത്തിയോസ് 2:5 മല്ലുകെട്ടുക എന്ന ഇടത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ചട്ടപ്രകാരം മല്ലുകെട്ടുക. കൂടാതെ ഇത് സാധാരണ ഉപയോഗിക്കുന്ന അത്ലറ്റിക് മീറ്റുമായി, അത്തരം ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ ഈ മേഖലയിൽ നിന്നെല്ലാം ഉദാഹരണം എടുത്തിട്ടുള്ള ഒരാളാണ്. ഗ്രീസിലെ ഓട്ടക്കളവും ഒളിമ്പിക്സുമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി വരാറുണ്ട്. ചിന്ത അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദത്തിൻ്റെ അർത്ഥം പോരാടുക. ഈ പോരാട്ടം എന്താണെന്ന് പൗലോസ് തെളിയിച്ചു തന്നിട്ടുണ്ട്. എന്തായിരുന്നു പോരാട്ടം? തൻ്റെ വിശ്വാസം പറഞ്ഞുകൊണ്ട് പോവുക, ഒറ്റയ്ക്ക് അത് മാത്രം പറയുക, മറ്റുള്ളവനെ വിമർശിക്കാതിരിക്കുക, മറ്റുള്ളവനെ ഖണ്ഡിക്കാതിരിക്കുക. ഈ വാദം വളരെ തെറ്റാണ്. ഞാനെന്ത് വിശ്വസിക്കുന്നുവോ അത് സ്ഥാപിക്കുമ്പോൾ, ഞാനെന്ത് വിശ്വസിക്കുന്നതിനെ സ്ഥാപിക്കുക മാത്രമല്ല ചെയ്യുന്നത്, എൻ്റെ കൂടെ വരുന്ന ഒരാൾ അതിൽ തെറ്റിപ്പോയാൽ അദ്ദേഹത്തെ ബോധ്യം വരുത്തി കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ വിശ്വാസ സംഹിതയോട് കാട്ടേണ്ട ആത്മാർത്ഥതയുടെ ഭാഗമാണ്. ഇത് പൗലോസ് കാട്ടിയിട്ടുണ്ട്, പത്രോസ് കാട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തന്നെ വരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ എപ്പഗോമിസോമായി എന്ന പ്രയോഗം അല്ലെങ്കിൽ ആ ഉപയോഗം, ചട്ടപ്രകാരമുള്ള ആ മല്ലുകെട്ട് അല്ലെങ്കിൽ പോരാട്ടം, ഡിഫൻസ് ചെയ്യുക, അതിനുവേണ്ടി അറ്റാക്ക് ചെയ്യുക, താൻ വിശ്വസിക്കുന്നതിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് ആശയ യുദ്ധം നടത്തുക. പൗലോസ് എപ്പോഴും വളരെ ഒരു വീരപുരുഷനെ പോലെ, യുദ്ധത്തിൽ ഇറങ്ങി വരുന്ന ഒരു യോദ്ധാവിനെ പോലെ വളരെ ആകാംക്ഷഭരിതനായി ഇത്തരം വിഷയങ്ങളെ നേരിട്ടിട്ടുണ്ട്. അതിൽ പത്രോസിനും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പത്രോസ് ശിമോൻ മഹദി എന്ന ദൈവശക്തി വ്യാപരിച്ച ആ മനുഷ്യനോട് നേരിട്ട ശമര്യയിലെ അനുഭവം അപ്പോസ്തല പ്രവൃത്തി 8 നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് ശ്ലീഹയുടെ അവസ്ഥയിലേക്ക് വന്നാൽ പൗലോസ് എലിമാസ് എന്ന വിദ്വാനെ നേരിട്ട രംഗം ബൈബിളിൽ കാണുന്നുണ്ട്. പൗലോസ് ബെറിയേശുവിനെ നേരിട്ട രംഗം കാണുന്നുണ്ട്. പൗലോസ് യഹൂദ മതത്തിലെ വിവിധ സെക്ടേഴ്സിനോട്, വിവിധ ഗ്രൂപ്പുകളോട് നേരിട്ട രംഗങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതുതന്നെയാണ് വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. അതിൽ കവിഞ്ഞ ഒരു പോരാട്ടവും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങളുടെ മാതൃക കർത്താവും അപ്പോസ്തലന്മാരും പൗലോസുമാണ്. കർത്താവിലേക്ക് വന്നാൽ കർത്താവ് കപടഭക്തരെ എന്ന പ്രയോഗം പല ആവർത്തി ബൈബിൾ പഴയ നിയമം വിശ്വസിച്ചു പോരുന്ന, ന്യായപ്രമാണം വിശ്വസിച്ചു പോരുന്ന യഹൂദ ജനതയെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ ആക്രമിച്ചിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ദൈവാത്മ നിയോഗം പോലെ ചിലരെ നായ്ക്കൾ എന്ന് വിളിച്ചിട്ടുണ്ട്. നായ്ക്കളെ സൂക്ഷിക്കുക എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു സാമാന്യ മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച ചിലപ്പോൾ പൗലോസിനെ പോലെ ഒരാൾക്ക് ഇങ്ങനെ പറയാമോ, അത് ശരിയോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വചനം അങ്ങനെയാണ്. ആരെയാണിത് വിളിച്ചതെന്ന് കൂടി ശ്രദ്ധിക്കുക. പൗലോസ് നായ്ക്കളെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പിശാചിൻ്റെ മകനെ ഇത്യാദി പ്രയോഗങ്ങളൊക്കെ പറയുന്ന രംഗം ഓർക്കുക. വ്യക്തിപരമായി പൗലോസ് എന്ന മനുഷ്യനെ ചിലർ ആക്രമിച്ചിട്ടുണ്ട്. കടലിൽ ആപത്ത് വന്നിട്ടുണ്ട്, കള്ള സഹോദരന്മാരുടെ ആപത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് പട്ടിണി വന്നിട്ടുണ്ട്. പട്ടിണിക്ക് കാരണമായ സംഭവങ്ങളെയോ പീഡയ്ക്ക് കാരണമായ ഒരു സംഭവത്തെയും പൗലോസ് അധികമായി എടുത്തു പറയാതെ, പൗലോസ് ആരെയും അതിന് കാരണക്കാരായവരെ ആക്ഷേപിക്കാതെ, പൗലോസ് ചെയ്യുന്ന ഏറ്റവും അധികം ആക്രമിക്കുന്നത് ദുരുപദേശകരെയാണ്. അവരോട് ഇടപെടുമ്പോൾ പൗലോസ് എന്ന മനുഷ്യന് വിട്ടുവീഴ്ച തീരെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പദങ്ങളിൽ ഒരു കടുത്ത ആവേശം നിലനിൽക്കുന്നു. ആ ആവേശത്തിൻ്റെ പിന്നിലെ മാനദണ്ഡം അദ്ദേഹം പ്രാപിച്ച ക്രിസ്തീയ വെളിപ്പാടാണ്. ഒന്നുകൂടി അത് വ്യക്തമാക്കിയാൽ, ആ കൃത്യതയുടെ നിലപാടിൽ നിന്ന് ആരെങ്കിലും വഴുതിപ്പോകുന്നത് കണ്ടാൽ പൗലോസ് അവരെ ശാസിക്കുന്നു. തിരുവചനത്തിൽ പറയല്ലേ,
അവരുടെ കപടത്താൽ കേഫാവിനെ കുറിച്ച് പറയുന്നു, പത്രോസ് എന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നു, കേഫാവിന് തെറ്റിപ്പോയി, ഞാൻ അന്ത്യോക്യയിൽ വന്ന ആറെ അവരിൽ കുറ്റം കാണുകയാൽ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. അഭിമുഖമായി എതിർത്ത് നിന്നു. അല്ലാതെ കേഫാവ് ഏതെങ്കിലും വഴിക്ക് ആയിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുമെന്നല്ല പറഞ്ഞു. കേഫാ, നീ യഹൂദനാണോ? യഹൂദ മര്യാദകളെ നീ ലംഘിക്കുന്നു, നീ നിലപാടില്ലാത്തവനായി മാറുന്നു. അഭിമുഖമായി എതിർത്ത് നിന്നു. ഫേസ് ടു ഫേസ് അറ്റാക്കാണ് കാണുന്നത്. പിന്നെയും കാണുന്നു, അവരുടെ കപടത്താൽ തൻ്റെ സ്നേഹിതനായ ബർന്നബാസും തെറ്റിപ്പോകാൻ സംഗതി വന്നു. ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുതന്നെയാണ് യൂദാലേഖനം 3-ാം വാക്യത്തിൻ്റെ പൊരുൾ. അതിനെ താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്തു. അങ്ങനെയല്ലത്. താങ്കൾ പഠിക്കണം. വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് സ്വന്തം വിശ്വാസം പാലിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയ യാത്രയല്ല. അതിന് വിപരീതമായി നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി വ്യക്തമാക്കാനുള്ള ക്രൈസ്തവ സഹജമായ ഉത്തരവാദിത്വമാണ് ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം. അടുത്തത് താങ്കൾ ഉപയോഗിക്കുന്ന അടുത്ത ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 20:29 കൊടിയ ചെന്നായ്ക്കൾ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും. ഇങ്ങനെയുള്ള പൗലോസിൻ്റെ പ്രയോഗമാണ്. എഫെസോസ് സഭയുടെ പശ്ചാത്തലത്തിലേക്ക് പോയിട്ട് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു അത് യഹൂദന്മാരെയാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണ വക്താക്കളെയാണ്. എഫെസ്യ സഭയുടെയും എഫെസോസ് പട്ടണത്തിൻ്റെയും ഒരു ചരിത്രം താങ്കൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഇത് പറയുമായിരുന്നില്ല. ആ ചരിത്രം ബൈബിൾ വായിച്ചാൽ താങ്കൾക്ക് കിട്ടത്തുമില്ല. ഒരു ഏകദേശ ചരിത്രത്തിനപ്പുറത്ത് ആ ചരിത്രത്തിന് ബൈബിൾ ചരിത്രം കൂടി പഠിക്കണം. സമാനമായ ബൈബിൾ ചരിത്രം. ആ സമാനമായ ബൈബിൾ ചരിത്രം താങ്കൾ പഠിക്കുവാൻ ശ്രമിക്കും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ഇതൊക്കെയാണ് സെമിനാരിയിൽ കിട്ടുക. അതിൽ ചിലത് വേണ്ടതും വേണ്ടാത്തതുമുണ്ട്. അതിനെ ഏതളവിൽ പ്രയോഗിക്കണം എന്ന യുക്തിയാണ്, അതിനെ ഏതളവിൽ വേണം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നതിൻ്റെ ബോധ്യമാണ് ഒരുവനെ ദൈവവചന പഠനത്തിലുമൊക്കെ പ്രാപ്യനാക്കി, അതിൽ പ്രാപ്തനാക്കി ഒക്കെ തീർക്കുന്ന വസ്തുത. അത് താങ്കൾക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യാം. അത് താങ്കളുടെ സ്വാതന്ത്ര്യം. പക്ഷേ ആ വാക്യത്തിൽ ഈ എഫേസ്യ സഭയുടെ ചരിത്രം അത് യഹൂദ ഭൂരിപക്ഷമുള്ള സഭയല്ല. ഒരു സൂക്ഷ്മ ന്യൂനപക്ഷമാണ് യഹൂദന്മാരവിടെയുള്ളത്. അതൊരു സിങ്ക്രറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ഈ എഫേസ്യ സമൂഹത്തിലേക്ക് വരിക. ആ കമ്മ്യൂണിറ്റിയെ മുഴുവൻ നയിക്കുന്നത് അവിടുത്തെ ഒരു ദേശത്തെ അടക്കി ഭരിക്കുന്ന അർത്തമീസ് എന്ന ഒരു ദൈവിക സങ്കല്പമാണ്. അർത്തമീസ് എന്ന ദൈവസങ്കല്പത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾ അസ്കലയോ പയസ് എന്നറിയപ്പെടുന്ന ചികിത്സയുടെ ദേവനെ അല്ലെങ്കിൽ നാഗദേവനെ പ്രീതിപ്പെടുത്തുന്ന ആളുകൾ, അവിടുത്തെ അതിശക്തമായ മൃഗയുദ്ധം, ഇവയൊക്കെ കൊണ്ടുള്ള ഒരു സങ്കര സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ജനതയാണ് എഫെസോസ് പട്ടണത്തിലുള്ളത്. ചിതറിപ്പാർത്ത ആളുകൾ എന്ന നിലയിൽ യഹൂദന്മാരുടെ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം അവിടെ ഉണ്ട്. എന്നാൽ അവിടെ പറയുന്ന കൊടിയ ചെന്നായ്ക്കൾ ഇവരാരുമല്ല. ഞാൻ പോയ ശേഷം എന്ന് പൗലോസ് എടുത്തു പറയുകയാണ്. ഞാൻ പോയ ശേഷം എഴുന്നേൽക്കണം എന്ന് പറയുന്നത് യഹൂദന്മാരല്ല. കാരണം പൗലോസ് ഉള്ളപ്പോഴും യഹൂദന്മാരവിടെ ഉണ്ട്. അവർ ഓൾറെഡി അവിടെ ഉണ്ട്. അവരെഴുന്നേൽക്കും നേരെ അങ്ങ് ചൂണ്ടിയാൽ മതി. പൗലോസ് പേടിക്കേണ്ട ആളൊന്നുമല്ല. അത് ആരാണെന്ന് പൗലോസ് വ്യക്തമാക്കാത്തത് ഒരു പ്രോവസി പോലെയാണ്, ഒരു പ്രവചനം പോലെയാണ്. കർത്താവ് പറഞ്ഞിരുന്നല്ലോ, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. അത് യഹൂദന്മാരാണെന്ന് വാദിക്കാനാവില്ല. യഹൂദന്മാരിലും ഉണ്ടാകാം. എന്നാൽ ഇവിടെ പറയുന്നത് ഒരിക്കലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് യഹൂദന്മാരെ അല്ല. കാരണം എന്ത്? അന്ന് യഹൂദന്മാരവിടെയുണ്ട്, അവരുടെ പരിച്ഛേദനാവാദം അവിടെയുണ്ട്, അവരുടെ ന്യായപ്രമാണവാദം അവിടെയുണ്ട്. ഈ വാദങ്ങൾ ഒന്നുമല്ല ഇവിടെ പറയുക, വരാണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ. ആ സംഭവങ്ങളുടെ നിവൃത്തി ഇന്നും തീർന്നിട്ടില്ല. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കളുടെ എഴുന്നേൽപ്പ് അതൊരു പരമ്പര പോലെ തുടരുകയാണ്. ഇതിനെതിരെ ജാഗ്രതപ്പെട്ടിരിക്കണം എന്നായിരുന്നു ആദരണീയനായ ഫിലിപ്പ് സാറിൻ്റെ വാക്കുകളുടെ ഉള്ളടക്കം. എന്നാൽ ആ രണ്ട് വാക്യങ്ങളെ നിങ്ങൾ വികലമാക്കി കളഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സന്ദർഭവശാൽ അവിടേക്ക് വരുന്നു എന്ന് മാത്രം. മറ്റു ചില കാര്യങ്ങൾ ഇവിടെ താങ്കൾ പറയുന്ന അടുത്തൊരു വാദം, ഉപദേശമെടുക്കാൻ അപ്പോസ്തല പ്രവൃത്തി അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഞങ്ങളും ഉപദേശമെടുക്കാൻ അപ്പോസ്തല പ്രവൃത്തി ഞങ്ങൾ സ്വീകരിക്കാറില്ല, ലേഖനങ്ങൾ തന്നെയാണ്. അതിൽ താങ്കളുടെ വാദത്തോട് യോജിപ്പുണ്ട്. എന്നാൽ ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തിയിൽ മാതൃകകൾ നമുക്ക് കൈക്കൊള്ളാൻ സാധിക്കും. നല്ല മാതൃകകൾ ബൈബിളിൽ മാതൃകകളായി എടുക്കേണ്ടവയുണ്ട്, ഉപദേശമായി എടുക്കേണ്ടവയുണ്ട്, ചില മാതൃകളെ നിരാകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വസ്തുതകൾ പലതാണ്. കർശനമായി ഖണ്ഡിതമായി ഇമ്പരേറ്റീവ് മൂഡിൽ പ്രയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കൽപ്പന എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. യു ഹാവ് ടു ഡു, യു ഓട്ട് ടു ഡു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അത് വ്യക്തമാക്കുന്നതാണ് കൽപ്പന എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വാദത്തിൽ പറഞ്ഞ ഏതോ ഒരപ്പച്ചൻ എവിടെ ഇരുന്നോ രൂപപ്പെടുത്തിയ ഒന്നല്ല കൽപ്പന. പിന്നീട് വരുന്ന ആളുകൾ തീരെ വിവരദോഷികളാണെന്ന് താങ്കൾ ധരിച്ചുവോ? അപ്പച്ചന്മാർ അവർ വളരെ കഷ്ടപ്പെട്ട് വളരെ സാധനയോടുകൂടി ബൈബിൾ പഠിച്ചവരാണ്. എന്നാൽ അവരുടെ വ്യാഖ്യാനങ്ങളിൽ ഗുരുതരമായ ചില പിശകുകളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം മനുഷ്യൻ എന്ന നിലയിൽ സഹജമായ പിശകുകൾ ഏവർക്ക് സംഭവിക്കാറുണ്ട്. ആ പിശകുകൾ സ്വാഭാവികമായി അവർക്കും നമുക്കുമെല്ലാം ഉണ്ട്. നമ്മളവരെക്കാൾ ശ്രേഷ്ഠരൊന്നുമല്ല. എന്നാൽ അത്തരം പിശകുകളെ കണ്ടെത്തി തിരുത്തി നമ്മൾ മുമ്പോട്ട് പോകാൻ ബാധ്യസ്ഥരാണ്. അതിനവരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി സുഖകരമായ ഒന്നല്ല. കാരണം അവരുടെ കണ്ടെത്തലുകളുടെ ഒരു തുടർമാനമാണ് നമ്മൾ. അതിൻ്റെ പ്രൊഡക്ഷൻസാണ് പിന്നീടുള്ള ഒരു ജനത എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ പെന്തക്കോസ്ത് ഉപദേശങ്ങളുടെ രൂപവൽക്കരണം ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, പെട്ടെന്നുണ്ടായതുമല്ല.
നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആശയഗതികളുടെ വക്താക്കൾ അവർ മിക്കവരും പാശ്ചാത്യരാണ്. ഇവിടെ അതിൻ്റെ വക്താക്കൾ അധികം പേരൊന്നുമില്ല. അതൊക്കെ അവകാശപ്പെടുന്ന 10,000 ആകെ 10,000 പേരെ എണ്ണിക്കാണിക്കാൻ കേരളത്തിൽ നിങ്ങൾക്കാവില്ല. അതാണൊരു വസ്തുത. 10,000 പേര് നിങ്ങൾ പ്രസംഗം കേൾക്കാൻ വരുന്നവർ 10,000 ഉണ്ടാകാം ഒരു പക്ഷേ. അത് ആ വാദമൊന്നും അത്ര ശരിയായൊരു വാദമല്ല. ആകെ 10,000 ആളുകൾ ഇത് കേൾക്കാൻ വരുന്നില്ല. ഇതിൻ്റെ വക്താക്കളായില്ല. 10,000 വരുന്നു, ഏതാണ്ട് വലിയ സംഭവം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തരുതേ. അതൊക്കെ വലിയ അറിവില്ലായ്മയാണ്. പറയാം, ഈ വാദഗതികളുടെ മുഴുവൻ വക്താക്കൾ പാശ്ചാത്യരാണ്. പാശ്ചാത്യർക്ക് ചില ഗുണമുണ്ട്, ചില ദോഷമുണ്ട്. അവരുടെ ഗുണം ഒന്നും നമ്മൾ ഉൾക്കൊള്ളുവാൻ മടിക്കണ്ട. എന്താണ് അവരുടെ ഗുണം? അവരുടെ സമയനിഷ്ഠ, അവരുടെ ആത്മാർത്ഥത, ജീവിതത്തോടുള്ള അവരുടെ ഒരു പ്രൊഫഷണൽ സമീപനം, ഇതൊക്കെ മലയാളി പണ്ടേ പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ തിരസ്കരിക്കേണ്ട ചിലതുണ്ട്. യൂസ് ആൻഡ് ത്രോ സംസ്കാരം. ഉപയോഗിക്കുക, കളയുക, ഇഷ്ടമില്ലാത്തതിനെ നിരാകരിക്കുക, പെട്ടെന്ന് കളയുക, അടുത്തടുത്ത പുതിയ പ്രവണതകൾ തേടുക. അതിൻ്റെ പരിണിതി ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നമുക്ക് ബൈബിൾ രൂപപ്പെട്ട് വന്ന KJV പോലെയുള്ള കിങ് ജെയിംസ് വേർഷൻ, ജെയിംസ് രാജാവിൻ്റെ പരിഭാഷ, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ, ഇവയൊക്കെ ലഭ്യമായ ഇംഗ്ലണ്ടിലെ സ്ഥിതി ഇന്നെന്താണ്? ഇംഗ്ലണ്ടിലെ ക്രിസ്തീയ സഭകൾ പലതും അടച്ചുപൂട്ടി കെട്ടിയിരിക്കുകയാണ്. അവിടെ അതൊക്കെ ഇന്ന് വിൽപ്പനയ്ക്കിട്ടിരിക്കുന്ന സ്ഥിതിവിശേഷം. ഇസ്ലാമിക സഹോദരന്മാർ അത് വിലയ്ക്ക് വാങ്ങുന്ന സാഹചര്യം അടുത്ത കാലം വരെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ അതിനെതിരെ ഗവൺമെൻറ്റുകൾ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ഉൽഫക്മാൻ എന്ന പേരിൽ 8-10 വർഷം മുമ്പ് കോട്ടയത്തൊക്കെ വന്ന് വളരെ പ്രചരണം നടത്തിയ പുതുപ്രവണതയ്ക്ക് കാരണക്കാരനായ ആ വ്യക്തി തിരിച്ച് ഇസ്ലാമിലേക്ക് പോയിരിക്കുന്ന ദയനീയമായ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. പാശ്ചാത്യരുടെ വാദങ്ങളെ അവിടെ സ്വീകരിക്കേണ്ടതുണ്ട്, തള്ളിക്കളയേണ്ടതുണ്ട്. ഈ പാശ്ചാത്യ ചിന്തകന്മാർ നോക്കി നിൽക്കുക, അവരുടെ നിലപാടുകൾ മാറ്റുന്നവരാണ്. അതുകൊണ്ട് ഇവർ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ അഭിമാനമായി പറയുമ്പോൾ അതിലൊരു ചെറിയ ജാഗ്രത നമുക്ക് നല്ലതാണ്. അവരെങ്ങോട്ടാണ് നിങ്ങളെ നയിക്കുന്നത് എന്നുകൂടി സൂക്ഷിക്കുന്നത് യുക്തമാണ്. ഇനിയും ഞങ്ങൾ പാശ്ചാത്യരെയും അവരുടെ സംസ്കാരത്തെയും അവർ തന്ന ബൈബിളിനെയും, വിശേഷിച്ച് KJV പോലെയുള്ള ബൈബിൾ അവരുടെ വലിയ സംഭാവനകളാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് വേണ്ടി സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ അവർ ജാഗ്രതയോടെ ഇറങ്ങി പുറപ്പെട്ടതൊക്കെ ഞങ്ങൾ ഗൗരവമായി കാണുന്നു, അതിനെ സ്നേഹിക്കുന്നു. 100% ഒന്നിനെയും തള്ളാനോ സ്വീകരിക്കാനോ നമുക്കാവില്ല. എന്നാൽ അതിലും വലിയൊരു പൈതൃകം കേരള പെന്തക്കോസ്തലിസത്തിനുണ്ട്. അതൊന്നും അറിയേണ്ടതിനാണ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുക. കേരള സഭാചരിത്രത്തിലെ കേരളത്തെക്കുറിച്ചുള്ള സഭാപരാമർശങ്ങളിലെ ആദ്യത്തെ രേഖാമൂലമുള്ള പരാമർശം AD 190-ലെയാണ്. AD 190-ൽ 52-ലെ അപ്പോസ്തലൻ സെയിൻറ് തോമസിൻ്റെ പാരമ്പര്യവും നമ്മുടെ നാട്ടിലുണ്ട്. അത് രേഖയില്ല എന്ന് തൊഴിച്ചാൽ അതും ഒരു പാരമ്പര്യമാണ്. എന്നാൽ രേഖാമൂലമുള്ള കേരള സഭയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം AD 190-ലെയാണ്. AD 190-ൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ നിന്ന് കേരളം സന്ദർശിച്ച പാൻഡിനാസ് എന്ന ഒരു സഞ്ചാരി, ഒരു ബൈബിൾ പഠിതാവ്, പ്രചാരകൻ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ, നമ്മുടെ നാട്ടിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവവചനം പഠിപ്പിക്കാൻ വരുമ്പോൾ കണ്ടൊരു കാഴ്ച താൻ രേഖപ്പെടുത്തുകയാണ്. കുരുമുളകിൻ്റെ നാട്ടിൽ ഞാൻ എത്തുമ്പോൾ മത്തായിയുടെ സുവിശേഷം അരാമിക് ഭാഷയിൽ വായിക്കുന്നവരെ ഞാനവിടെ കണ്ടു. അദ്ദേഹത്തിന് അത്ഭുതമായി. 190-ൽ നമ്മോട് മിഷനറി പ്രവർത്തനത്തിനായി ഇവിടെ വരുന്ന പാൻഡിനാസ് കണ്ടത് അരാമ്യ ഭാഷയിൽ ഇരുന്ന് മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന ആളുകളെയാണ്. നമുക്ക് ഇത്രയും വലിയ പാരമ്പര്യമുള്ളവരാണ്. എത്ര നാൾ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ എത്തുക, എത്ര നാൾ കഴിഞ്ഞാൽ അമേരിക്കയിൽ എത്തുക? അത് ചരിത്ര വസ്തുക്കളുടെ പിൻബലത്തോടു കൂടി പറഞ്ഞാൽ 190-ൽ 2-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലത്തെ ഭാഗം, അടുത്ത നൂറ്റാണ്ടിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു. AD 190-ൽ രേഖാമൂലം ഇവിടെ ബൈബിൾ വായിക്കുന്ന ആളുകളെ കണ്ടു എന്ന വസ്തുത സഭാചരിത്രത്തിലുണ്ട്. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ആദിമകാല കേരള സഭയിൽ സ്നാനം വരെ ഉണ്ടായിരുന്നു. ഹൂദായ കാനനൊക്കെ പരിശോധിക്കുക, അവിടെ സ്നാനം വരെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടമുള്ള തെറ്റിയെ വാസ്കോഡി ഗാമയുടെ ആഗമനവും റോബർട്ട് ഡി നോബിലിയുടെ പ്രവർത്തനവും ഒക്കെ ആ കാലം മുതൽ സഭയുടെ തനിമ ഏതാണ്ടൊക്കെ നഷ്ടപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് ഗീവറീസ്മാർ അക്കാദിയൊക്കൻ്റെ ഒക്കെ ശ്രമഫലമായി നമ്മൾ കൂനംകുരിശ് സത്യവും അത്രയും വലിയ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ അവിടെ മുതൽ സഭ ചില നിലപാടുകൾ കൈക്കൊണ്ടിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കണ്ടത് ആദരനായ ഏബ്രഹാം മൽപ്പാൻ്റെ അതിശക്തമായ ഒരു നവീകരണ ഇടപാടുകളാണ്. ഒരുപക്ഷെ മാർട്ടിൻ ലൂതർ ചെയ്തതിനൊപ്പമോ അതിനേക്കാളോ ശ്രേഷ്ഠകരമായ ഒന്നായിരുന്നു കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഏബ്രഹാം മൽപ്പാൻ്റെ നവീകരണം. ആ ഏബ്രഹാം മൽപ്പാൻ്റെ നവീകരണത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു സാധു കൊച്ചുഞ്ഞുപദേശിയും KV സൈമൺ സാറുമൊക്കെ അതിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു. പക്ഷെ ഇതിലും ഈ ചിന്തയിലും ആദരനായ ഏബ്രഹാം മൽപ്പാൻ നവീകരണത്തിൻ്റെ കാഹളമൂതിയ അപ്പോൾ സ്നാനം എന്നൊരു ഉപദേശം മലയാളക്കരയിൽ സ്ഥിരീകരിച്ച് പ്രസംഗിച്ചത് KV സൈമൺ ആയിരുന്നു. പലരും അതിൻ്റെ ആൾക്കാരുണ്ട്, അനേകർ സ്നാനം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വക്താവ് എന്ന നിലയിൽ, ഒരു സ്പോക്സ്മാൻ എന്ന നിലയിൽ സ്നാനം സ്ഥിരീകരിച്ചത് KV സൈമൺ അവറുകളായിരുന്നു. KV സൈമൺ അവറുകൾ
സ്നാനത്തെക്കുറിച്ച് ബൈബിളിലെ ആഴമേറിയ വസ്തുതകൾ പഠിപ്പിച്ച് പിന്നോട്ട് വരുമ്പോൾ, അടുത്തായി വരുമ്പോൾ, ആത്മനിറവിൻ്റെ അനുഭവത്തോടെ, അന്യഭാഷ അടയാളത്തോടെ ആത്മനിറവിൽ സംസാരിക്കുന്ന പരിശുദ്ധാത്മ നിവേശിതരായി കർത്താവിനെ സ്വീകരിക്കുന്ന, സ്നേഹിക്കുന്ന അടുത്ത തലം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് കെ ഏബ്രഹാം സാറായിരുന്നു. പലരും ഈ സത്യം പറഞ്ഞവരുണ്ട്. അതിൻ്റെ സ്പോക്സ്മാൻ, അതിൻ്റെ വക്താവ് എന്ന് പറയാൻ പറ്റുന്നത് ആദരണീയനായ കെ ഏബ്രഹാം സാറിനെയാണ്. ഇവരൊക്കെ തമ്മിൽ വലിയ ആശയ സമരങ്ങളുണ്ടായിട്ടുണ്ട്. വ്യക്തിബന്ധങ്ങളെ അതൊന്നും ബാധിച്ചിട്ടില്ല, അത് മറ്റൊരു വസ്തുത. സ്നേഹബന്ധങ്ങളെ അതൊന്നും ബാധിക്കാനും പാടില്ല, അത് മറ്റൊരു വസ്തുത. ഇന്നും ഞങ്ങളേറെ സ്നേഹിക്കുന്ന ബ്രദർ സഹോദരന്മാരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവരോട് ആശയപരമായ കലഹമുണ്ട്, ആശയപരമായ സമരമുണ്ട്. അപ്പോൾ പെന്തക്കോസ്ത് സഭകൾ കെ ഏബ്രഹാം സാറിന് ശേഷം അതിശക്തമായ ഒരു ഉപദേശ വ്യവസ്ഥയും സാഹചര്യവും ഇവിടെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഒരപ്പച്ചൻ എവിടെയോ ഇരുന്ന് എഴുതി രൂപപ്പെടുത്തിയ സിദ്ധാന്തങ്ങളാണ് പെന്തക്കോസ്ത് ഉപദേശങ്ങൾ എന്ന് താങ്കൾ ചരിക്കുന്നത് ചരിത്രത്തോടുള്ള നിഷേധമാണ്, ചരിത്രം പഠിക്കാത്തതിലെ അപാകതയാണ്. പിന്നീട് ഇങ്ങോട്ട് പെന്തക്കോസ്ത് സഭകൾ അതിൻ്റെ ഘടനയിൽ, അതിൻ്റെ രൂപത്തിൽ ശക്തിപ്പെടുമ്പോൾ പാശ്ചാത്യരായ പല ആളുകളും അവിടെ തള്ളിക്കളഞ്ഞ് പരീക്ഷിച്ചു പരാജയപ്പെട്ട നൂതന പ്രവണതകൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറി. അതൊന്നും പെന്തക്കോസ്ത് സഭകളെ ഒരു പരിധി വിട്ട് ആക്രമിച്ചിട്ടില്ല. ഞങ്ങൾക്കിടയിൽ നിന്ന് അപൂർവ ചില ആളുകളൊക്കെ പോയി, ചിലർ കൂടി ഇതിനെ ദോഷകരമായി സമീപിക്കുന്നെന്ന് കണ്ടപ്പോൾ സഭകൾ അവർക്ക് വിലക്കേർപ്പെടുത്തി. അപൂർവം ചിലർ ആ വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് ഇവരെയൊക്കെ വിളിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഏതാണ്ട് 90% വരെ ഇത്തരം ആളുകളോട് ഒഴിഞ്ഞു നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യജനകമായ ഒരു വസ്തുതയായി ഞങ്ങൾ കാണുന്നു. അതിൽ പാസ്റ്റർ ഫിലിപ്പി തോമസ് വളരെ മുൻകൈയെടുത്ത ഒരാളാണ്. ഒരുപക്ഷേ അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമണ അനുഭവത്തോടെ നേരിടാൻ ഈ സഹോദരനെ പ്രേരിപ്പിച്ചത് അന്നേർപ്പെടുത്തിയ വിലക്കിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണോ എന്നും ഞാൻ സംശയിക്കുന്നു. അതെന്തുമാകട്ടെ, ആ നിലപാടുകൾ ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഉപദേശത്തിന് വേണ്ടി നിലനിൽക്കണം എന്ന ഒരു ബോധ്യം സാമാന്യ ജനങ്ങളുടെ ഇടയിലുണ്ടായി. പ്രവണതകളൊക്കെ ഏതാണ്ട് ചവറ്റുകൊട്ടയിലേക്ക് ഇടേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു, നൂതന പ്രവണതകൾ. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഉപദേശം ലേറ്റസ്റ്റ് മോഡേൺ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കും. തെറ്റിദ്ധരിക്കരുത്, ഇത് കൃപയുടെ സുവിശേഷമൊന്നുമല്ല നിങ്ങളീ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു കൃപയുടെ സുവിശേഷകരെ ആക്രമിക്കുക, അത് കൃപയുടെ സുവിശേഷം എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ്. കൃപയുടെ സുവിശേഷം എന്താ? കൃപയുടെ സുവിശേഷമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചത്. കൃപയുടെ സുവിശേഷമാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. കൃപയുടെ സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുക. ഈ കൃപയുടെ സുവിശേഷം ആരംഭിക്കുന്നത്, പ്രസംഗിച്ചു തുടങ്ങുന്നത് 2010 അത് താനായിരുന്നു എന്നൊക്കെ വാദം എത്രയോ ബാലിശമാണ് സഹോദര. അത് താനായിരുന്നു എന്ന വാദം നിങ്ങളുടെ ആളുകൾ തന്നെ സമ്മതിക്കുമോ എന്നെനിക്കറിയില്ല. കൃപയുടെ സുവിശേഷം അതിനു മുമ്പ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു, അതിനു മുമ്പ് ഇവിടെ പ്രസംഗിക്കപ്പെട്ടു. ഞാൻ പറയുന്നത് 190 മുതലെങ്കിലും രേഖാമൂലമുള്ള പാരമ്പര്യം കൃപയുടെ സുവിശേഷം ഇവിടെ പ്രസംഗിച്ചതിനുണ്ട്. പിന്നെ പറഞ്ഞു വരുമ്പോൾ ആശയ ആവിഷ്കാരത്തിന് വേണ്ടി ഞങ്ങൾ കൃപയുടെ സുവിശേഷത്തിൻ്റെ വക്താക്കളെന്ന് നിങ്ങൾ പറഞ്ഞു പോകുന്നത് ആശയപരമാണ്, സാങ്കേതികമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വാസ്തവത്തിൽ നിങ്ങളല്ല കൃപയുടെ സുവിശേഷകർ. കൃപയുടെ സുവിശേഷകർ AD 190 മുതൽ ഇന്ന് നാഴിക വരെ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ച്, നിമജ്ജന സ്നാനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ച് ഏതെങ്കിലും രൂപത്തിൽ, ഏതെങ്കിലും ഭാവത്തിൽ അതിൻ്റെ വ്യക്തതയോടെ പ്രസംഗിച്ചു വന്ന ആളുകളാണ് കൃപയുടെ സുവിശേഷകർ. പൗലോസ് പറയുന്നു, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണമെന്നേ എനിക്കുള്ളൂ. അതുതന്നെയാണ് ഞങ്ങളും ചെയ്തത്. എന്നാൽ നിങ്ങളുടെ ഈ വാദങ്ങളെ കൃപയുടെ സുവിശേഷം എന്ന ലേബലിൽ പ്രചരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് എന്താണ് ഈ കൃപ, എന്താണ് ഈ ന്യായപ്രമാണം? പലപ്പോഴും നിങ്ങളുടെ സമരം, നിങ്ങളുടെ ആക്രമണങ്ങൾ ഒരു മേഖല കൊണ്ട് ഒതുങ്ങുന്നു. ന്യായപ്രമാണം അഥവാ ലോ, ഈ ലോ എഗെയിൻസ്റ്റ് ഗ്രേസ്, ഇങ്ങനൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ എത്തുന്നത്. ഇത് എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ഇത് നിങ്ങൾ പാലസ്തീനിൽ ചെന്ന് പ്രസംഗിക്കേണ്ടതാണ് ന്യായപ്രമാണം വേണമെന്നൊന്നും. കാരണം യഹൂദനൊഴിച്ചുള്ള ഒരു ജനതയ്ക്കും ബാധകമായിരുന്നതായിരുന്നില്ല ന്യായപ്രമാണം. ഒരു ഉദാഹരണം എടുക്കാം. ബൈബിളിലെ നിയമങ്ങളെ പേഴ്സണൽ ലോസ് ഉണ്ട്. പേഴ്സണൽ, ഒരു വ്യക്തി പാലിക്കേണ്ടത്. 2 വ്യക്തികൾ കൂടുന്ന ഇടത്ത് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. സമൂഹം പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഒരു റീജിയൻ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഒരു ലോക്കൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഹോൾ യൂണിവേഴ്സ് പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. പ്രകൃതി നിയമങ്ങൾ ഹോൾ യൂണിവേഴ്സിനുള്ളതാണ്, ചിലത് വ്യക്തികൾക്കുള്ളതാണ്. മനുഷ്യപുത്ര, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇന്നടുത്ത് പോയി ഇന്നതുപോലെ ചെയ്യുക, അത് അദ്ദേഹം മാത്രം പാലിച്ചാൽ മതി. കേൾക്കുന്നവരെല്ലാം എഴുന്നേൽക്കേണ്ടതില്ല. അതിനകത്ത് വേറെ ആപ്ലിക്കേഷൻ ഇല്ല. അത് പേഴ്സണലാണ്, പേഴ്സണലായി പറയുന്ന ഒരു കാര്യമാണ്. വേറെ എടുക്കാം ശബത്ത്. ഒരു ഉദാഹരണം. ശബത്ത് യഹൂദനൊഴികെ അല്ലെങ്കിൽ പാലസ്തീനിലെ ഏതാനും ആളുകൾക്കൊഴികെ ആർക്കും പാലിക്കാൻ പറ്റിയൊരു നിയമമല്ല. എന്താണ് കാരണം? നമ്മളെ ശബത്ത് അവരുടെ ശബത്തല്ല, രണ്ടും 2 ദിവസമാണ്. സായിപ്പിൻ്റെ ശബത്ത് ഞായറാഴ്ചയാണെങ്കിൽ നമ്മുടെ ശബത്ത് ശനിയാഴ്ചയാണ്, അല്ലെങ്കിൽ അത് മറ്റൊരു ദിവസമാണ്. 2 ദിവസമാണ് രണ്ടിടത്തും.
യൂണിവേഴ്സലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല ശബത്ത്. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിൽ യൂണിവേഴ്സലായി സാർവത്രികമായി അംഗീകരിക്കാവുന്ന ചിലതുണ്ട്. അത് ന്യായപ്രമാണം ഇല്ലെങ്കിലും അംഗീകരിക്കാവുന്ന ചിലതാണ്. ഉദാഹരണം, മോറൽ ലോസ് എടുക്കാം. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അതിനൊരു പ്രമാണവും വേണമെന്നില്ല. മനസാക്ഷിയുടെ പ്രമാണം മതി. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക, അവനുള്ളൊന്നിനെ മോഹിക്കരുത്. ഈ പ്രമാണങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിന് സാർവത്രികതയുണ്ട്. അതുതന്നെയാണ് കാരണം. അപ്പോൾ ഞങ്ങളെടുക്കുന്ന എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ കാർമ്മിക അനുഷ്ഠാനങ്ങൾ അതൊന്നും നമുക്ക് ബാധകമല്ല. ഇനി യാതൊരു യാഗവും അവശേഷിക്കുന്നില്ല. ഈ വാദത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും യോജിപ്പുണ്ട്. ഏത് വാദത്തിൽ? കാർമ്മികമായ അനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, പെരുന്നാളുകൾ, ചടങ്ങുകൾ, ഉത്സവങ്ങൾ ഇതൊന്നും ക്രിസ്തീയ സഭയ്ക്ക് ബാധകമല്ല. ക്രിസ്തീയ സഭയ്ക്ക് ബാധകത മോറൽ ലോസ്, ധാർമ്മിക നിയമങ്ങളുണ്ട്. ഇവയെല്ലാം ബാധകമാണ്. ധാർമ്മിക നിയമങ്ങൾ തോറ എന്ന ന്യായപ്രമാണത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അകനാനൂറും പുറനാനൂറും ഒക്കെ. അകത്ത് പാലിക്കേണ്ട 400 നിയമങ്ങൾ, പുറത്ത് പാലിക്കേണ്ട നിയമങ്ങൾ. ന്യായപ്രമാണ കാലത്തിൻ്റെ അനവധി നാൾക്ക് മുമ്പ് ഹമ്മുറബിയുടെ നിയമങ്ങളുണ്ടായിരുന്നു ബാബിലോണിൽ. താങ്കൾ ബാബിലോന്യം എന്നൊക്കെ പറഞ്ഞല്ലോ. ബാബിലോണിൽ കിങ് ഹമ്മുറബിയുടെ നിയമങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഗിൽഗമേഷ് നിയമങ്ങളുണ്ടായിരുന്നു. ഏൽ യഷ്നുന്ന തുടങ്ങിയ നിയമങ്ങളുണ്ടായിരുന്നു. ഉഗാർട്ടിക് നിയമങ്ങളുണ്ടായിരുന്നു. സമൂഹം എക്കാലത്തും ഓരോ നിയമങ്ങളെ ഫോളോ ചെയ്തിരുന്നു. ഇനി നിയമങ്ങളില്ലാത്തയിടത്ത് നോംസ് ഉണ്ടായി, കീഴ്വഴക്കങ്ങൾ, ആചാരങ്ങൾ. അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കീഴ്വഴക്കങ്ങളാകാം, മാതൃകകളാകാം. സ്വീകരിക്കാൻ പാടില്ലാത്ത ചിലതും അവിടെയുണ്ട്. അത് താങ്കൾ ചിലത് ചൂണ്ടിക്കാണിച്ചല്ലോ. ഞങ്ങൾക്കതിനോടൊന്നും വിയോജിപ്പില്ല. തലമുട്ടയടിക്കണോ? അതിൻ്റെ ആവശ്യമില്ല. യാതൊരു ആവശ്യവും അതിൻ്റെ ഇല്ല. പരിച്ഛേദന ചെയ്യണോ? ഒരാവശ്യമില്ല. സ്വീകരിക്കേണ്ടാത്തതാണ് അവയൊക്കെ. അതിൻ്റെ സന്ദർഭം വളരെ പെട്ടെന്ന് യഹൂദമതത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുന്ന ഒരാളിൽ സ്വാഭാവികമായി ഭവിച്ചു പോകുന്ന ചില ബാലിശമായ ഇടപാടുകളാണ്. അവ മനുഷ്യരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആ തെറ്റുകൾ. ഒരു മനുഷ്യനായ പൗലോസിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് പൗലോസിൻ്റെ തെറ്റുകളായി ഞങ്ങൾ കാണുന്നു, പത്രോസിൻ്റെ തെറ്റുകളായി കാണുന്നു. പത്രോസോ പൗലോസോ തെറ്റുപറ്റാത്ത വിദഗ്ധന്മാരല്ല. അത് ബൈബിളിൽ കാണാം. പൗലോസിൻ്റെ അഭിപ്രായങ്ങൾ ബൈബിളിലുണ്ട്. ആ അഭിപ്രായങ്ങളെ സജഷനായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്ന നല്ലത്. പൊളൈൻ ഒപ്പീനിയനാണ്. ഈ അഭിപ്രായങ്ങളെ സ്വീകരിക്കാതിരിക്കുക അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഖണ്ഡിതമായി പറയുന്ന കാര്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിലുമുണ്ട്. അത് സ്വീകരിച്ചേ പറ്റൂ. ഞാൻ അതിന് ചില വസ്തുക്കൾ പറയാം. ഈ തനിക്കുള്ളതൊക്കെ വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. അതൊരു മാതൃകയായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആവേശം കയറി ചില ചെയ്തപ്പോൾ ഒരു കുടുംബം അവിടെ നശിക്കുകയാണ് ചെയ്തത്. ഒരു കുടുംബം നശിച്ചു. അനന്യാസും സഫീറയും നശിച്ചു. അവർ പട്ടുപോയ സ്ഥിതി കണ്ടു. അതൊന്നും സ്വീകരിക്കാവുന്ന മാതൃകകളല്ല. സ്വീകരിക്കേണ്ട മാതൃകകൾ വ്യക്തമായി പലതും നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയിൽ കാണാം. എന്താണ് സ്വീകരിക്കേണ്ട മാതൃകകൾ? അപ്പോൾ അവിടെ ഖണ്ഡനം നടന്നു. വളരെ ഖണ്ഡിതമായി യേശു മാത്രം രക്ഷിതാവെന്ന് ബോധ്യപ്പെടുത്തുന്ന പത്രോസിൻ്റെ പ്രസംഗങ്ങൾ, പൗലോസിൻ്റെ പ്രസംഗങ്ങൾ അത് സ്വീകരിക്കേണ്ട മാതൃകകളാണ്. സ്വീകരിക്കേണ്ട വീണ്ടും നിരവധി മാതൃകകൾ. അവിടെ സഭ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേലയ്ക്ക് വേർതിരിച്ചു. അപ്പോസ്തലന്മാരെ ബർന്നബാസിനെയും ശൗലിനെയും വേലയ്ക്ക് വേർതിരിച്ചു. അത് സ്വീകരിക്കേണ്ട മാതൃകയാണ്. ആ മാതൃക കാലമേറെ കഴിയുമ്പോൾ അച്ചടക്കമുള്ളൊരു കമ്മ്യൂണിറ്റി ഉപദേശമാക്കി മാറ്റും. ഞങ്ങളാരും ആഭരണം ഊരുന്നത് ഉപദേശമാണെന്ന് പറഞ്ഞിട്ടില്ല. വെള്ളവസ്ത്രം ധരിക്കേണ്ടത് ഉപദേശത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല. നല്ല സംസ്കാരങ്ങൾ ക്രൈസ്തവ സഭ ആചരിച്ചു വരുന്ന, ഒരു സമൂഹം ആചരിച്ചു വരുന്ന നല്ല സംസ്കാരങ്ങൾ. ഈ നല്ല സംസ്കാരങ്ങളെ ഞങ്ങൾ എന്നും ഫോളോ ചെയ്യും. അപ്പോൾ അതിന് മറ്റൊരു പിൻബലമുണ്ട്. എൻ്റെ സഹോദരന് ഇടർച്ച വരുത്തുന്നതെങ്കിൽ ഞാൻ ഇറച്ചി ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാന്ദർഭിക ധാർമ്മികത, ഒരു സിറ്റുവേഷണൽ എത്തിക്സ്. അങ്ങനെയെങ്കിൽ കാലമേറെ കഴിയുമ്പോൾ ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകുമോ എന്നറിയാൻ കഴിയില്ല. നല്ല സംസ്കാരങ്ങൾ, ഈ നല്ല സംസ്കാരങ്ങൾ അത് ക്രിസ്ത്യാനിറ്റിയുടേതല്ല. ലോകത്തെവിടെ നല്ല സംസ്കാരങ്ങൾ കാണുന്നോ വേദവിരുദ്ധമല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. അതൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ സംസ്കാരങ്ങൾ കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെയൊക്കെ വളർന്നത്. ഉദാഹരണം, ഞങ്ങൾ ധരിക്കുന്ന ഈ ജുബ്ബ, ഇത് മാതൃകാപരമായൊരു വസ്ത്രമായി സമൂഹം കുറേയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആദരണീയനായ പ്രധാനമന്ത്രി പോലും ഇത് ധരിക്കുന്നുണ്ട്. ഇത് ക്രിസ്തീയതയുടെ മാത്രം ഒരു നിദർശനമോ അടയാളമോ ഒന്നുമല്ല. എന്നാൽ ഇത് എവിടെ നിന്ന് വന്നാണ്? ഇത് ഇറാനിയനാണ്. ഇറാനിയൻ കൾച്ചറിൽ നിന്നാണ് നമുക്ക് ഇത്തരം വേഷമുണ്ടാകുന്നത്. അത് നല്ലൊരു സംസ്കാരമല്ലേ? അത് സ്വീകരിച്ചു. എങ്കിലും എല്ലാവരും ജുബ്ബ ഇടുവാൻ നമ്മൾ ശഠിക്കുന്നത് ഉപദേശമല്ല. അത് താങ്കൾ അങ്ങനെ പറയുന്നെങ്കിൽ ഞങ്ങൾക്കതിനോട് യോജിപ്പാണുള്ളത്. പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ ഉപദേശമാണെന്ന് താങ്കൾ ആര് പറഞ്ഞു? ഞങ്ങളുടെ ഉപദേശത്തിൻ്റെ മാനദണ്ഡം വിശുദ്ധ ബൈബിളാണ്, വിശേഷിച്ച് പുതിയ നിയമമാണ്. അതിൻ്റെ കൽപ്പനകളും അതിൻ്റെ ചിട്ടകളും ചട്ടങ്ങളുമൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നത് സഭയ്ക്ക് കൊടുത്ത പ്രമാണങ്ങളിൽ നിന്നാണ്. അത് ലേഖനങ്ങളിൽ മാത്രമല്ല, വെളിപ്പാട് പുസ്തകമുണ്ട്, അതും സഭയ്ക്ക് എഴുതിയതാണ്. വെളിപ്പാട് പുസ്തകത്തെയും അതിലെ വാക്യങ്ങളെയും ഒക്കെ താങ്കൾ മനഃപൂർവ്വം മറന്നു കളയുന്നു. ഇതിൽ ഒരു കാര്യം കൂടി താങ്കൾ സൂചിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. അതിലൊന്ന് കൺഫെഷനാണ്. കൺഫെഷൻ അഥവാ ഏറ്റുപറച്ചിൽ എന്നൊന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് നരകത്തിലെ ഉപദേശമാണ്. നരകത്തിലെ ഉപദേശം എന്നത് താങ്കൾ വികാരപരമായി സംസാരിച്ച ഒന്നാകണം. വികാരപരമായി സംസാരിച്ച ഒന്നിന് മറുപടി അർഹിക്കുന്നില്ല ഒരർത്ഥത്തിൽ. എന്നാൽ ആരെങ്കിലും അത് കേട്ട് തെറ്റിദ്ധരിച്ചാൽ പറയാം
നരകത്തിലെ ഉപദേശമൊന്നുമില്ല. നരകത്തിൽ പോകാൻ ഒരു ഉപദേശവും പഠിക്കണമെന്നില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഉപദേശമില്ല, ഒരു ഡോക്ടറും ഇല്ല. ഇങ്ങനെ വേണം ഇങ്ങനെ പോകണമെന്നൊന്നും ഒരു ഡോക്ടറിനും ഇല്ല. യൂഷ്വലി ഇപ്പോൾ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കൂടെ ചെല്ലാൻ പറ്റും. ഞങ്ങളുടെ സാധാരണ ഉപദേശിമാരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങളൊന്നും ചെയ്യേണ്ട, നേരെ പോയാൽ മതി, നരകത്തിലേക്കാണ് ചെല്ലുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ആ ഭാഗം നമുക്കൊന്ന് പരിശോധിക്കണം. ഈ കൺഫഷൻ ഉണ്ടോ ബൈബിളിൽ? കൺഫഷൻ അദ്ദേഹം പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹം തന്നെ ഒരു പദം പറഞ്ഞു, വളരെ ശരിയാണത്. അദ്ദേഹം ഇതിനു മുമ്പ് ഈ ഗ്രീക്കും അരാമിക്കും ഹീബ്രുവും ഒക്കെ പറയുന്ന ഒരാളാണ് നമ്മളുടെ സഹോദരൻ ജോൺ ലോറൻസ്. അദ്ദേഹം പറഞ്ഞ പല ഹീബ്രു പദങ്ങളുടെയും ക്ലിപ്പിങ്ങുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിശേഷിച്ച് അടിമാലിയിൽ അദ്ദേഹം പ്രസംഗിച്ച ഒരു സ്ഥലത്ത് ആ സംഘാടകർ തന്നെ എന്നെ ഏൽപ്പിച്ചിട്ട്, ഇങ്ങനെ ഹീബ്രുവിലുണ്ടോ, ഇങ്ങനെയുണ്ടോ ഗ്രീക്കിൽ. ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് ഇത് എഴുതിയിട്ടുണ്ട് ഒരിടത്ത്. അദ്ദേഹം പറയുന്ന പല പദങ്ങളും ഹീബ്രുവിലെന്നല്ല, ലോകത്തിലേതെങ്കിലും ഭാഷയിലുണ്ടോ എന്ന് സംശയിക്കണം. അത് അദ്ദേഹം തന്നെ കണ്ടുപിടിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ പരിധി വിട്ട് അത്തരം കാര്യങ്ങളിൽ ആക്രമിക്കുന്ന സുഖമുള്ള ഒരു ഏർപ്പാടല്ല. എന്നാൽ ഒരു പദം വളരെ കറക്റ്റായിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഹോമോലോഗോ എന്താണത്? ഹോമോ അർത്ഥം സാമ്യമുള്ളത്. ഹോമിയോ ഈ പദപ്രയോഗമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്, സാമ്യം, സദൃശ്യം. ലെഗോ അർത്ഥം ടു സ്പീക്കാണ്. അതായത് കൺവഷൻ എന്ന് പറയുന്നത് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, താൻ ആയിരിക്കുന്ന സ്ഥിതിയെക്കുറിച്ചുള്ള പറച്ചിൽ. താൻ എന്തായിരിക്കുന്നുവോ അതിനെ സമ്മതിക്കൽ, താൻ എന്താകുന്നുവോ അതിനെ ഉൾക്കൊള്ളൽ. ഇതാണ് കൺഫഷൻ. ഈ കൺഫഷൻ ബൈബിളിൽ നടന്നിട്ടുണ്ടോ? ആ കൺഫഷൻ ബൈബിളിൽ നടന്ന ഈ പദം ഉപയോഗിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ, ഒരു ഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 1 യോഹന്നാൻ 1:9-10 വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് സംഭവം. ഇതാണ്: യോഹന്നാനോട് നീ മശികയാണോ, നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കാൻ ചിലർ വരുമ്പോൾ യോഹന്നാൻ പറയുന്നു, നോ, ഞാനല്ല. പിന്നെ താൻ ആരാണ്? ഈ വ്യക്തമാക്കലാണ് കൺഫഷൻ. അതാണ് ഹോമോലോഗോ. അപ്പോൾ താനത് വ്യക്തമാക്കി കൊടുക്കുകയാണ്, ആരാണ് ഞാൻ. അപ്പം പാപിയായൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്, ഞാൻ ആരാണ്. അപ്പോൾ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് വ്യക്തമാക്കണോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് അത്തരം വ്യക്തമാക്കലിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് എന്തിനാണ്? ഞാൻ മനുഷ്യനാണ്. പലപ്പോഴും ഇത്തരം ആൾക്ക് പറ്റിപ്പോകുന്നത് ഈ ഹ്യൂമൻ സൈഡ് ആൻഡ് ഡിവൈൻ സൈഡ്. ഒരു വിഷയത്തിലെ ഉടമ്പടിயின் പ്രകാരമാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇതിലേക്ക് ഒരു ഉടമ്പടി, ഒരു കവനൻ്റ് ഉണ്ട് ദൈവമായിട്ട് വരുമ്പോൾ. ആ ഉടമ്പടിയിലൂടെ ദൈവസ്ഥയിലേക്ക് വന്നു കഴിയുന്ന നമുക്ക് ദൈവം തൻ്റെ പക്ഷത്തു നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ട്, നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ തർക്കം പോലും ഒരുപക്ഷെ അവിടെ ആയിരിക്കണം, നമ്മുടെ വിയോജിപ്പ് പോലും അവിടെ ആയിരിക്കണം, ആ ഭാഗത്തായിരിക്കണം. ഒരുപക്ഷെ താങ്കളുടെ പ്രസംഗം കേട്ടാലും ഞങ്ങളുടെ കാര്യം കേട്ടാലും മൂന്നാമതൊരാൾക്ക് പെട്ടെന്ന് നാം തമ്മിലുള്ള ഗുരുതരമായ ആ അകലം എന്താണെന്ന് മനസ്സിലാകയില്ല. പുതുതായിട്ടൊരാൾ കേട്ടാൽ എവിടെയാണ് നമുക്ക് തമ്മിൽ വിയോജിപ്പുള്ളത് എന്നതിൻ്റെ രേഖ വളരെ നേർത്തതായി തോന്നും. പക്ഷേ അങ്ങനെയല്ല, വലിയൊരു വിടവ് നമുക്കിടയിലുണ്ട്. അതെന്താണത്? ഈ മനുഷ്യൻ്റെ സൈഡ്, മനുഷ്യൻ്റെ വശം, മനുഷ്യൻ്റെ മേഖല, ദൈവത്തിൻ്റെ മേഖല, ഡിവൈൻ സൈഡ് ആൻഡ് ഹ്യൂമൻ സൈഡ്. ഇതിൽ ഡിവൈൻ സൈഡിൽ നിങ്ങൾ പറയുന്ന വസ്തുതകളോട് ഒരു 90% യോജിപ്പാണ്. അത് ബൈബിളികമാണ്. അത് തന്നെ കാരണം. ദൈവം സൗജന്യമായി നമുക്ക് കൃപ നൽകുന്നു, ദൈവം സൗജന്യമായി നമുക്ക് രക്ഷ നൽകുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം സൗജന്യമാണ്, ഒരു തെറ്റുമില്ല. മനുഷ്യൻ എന്ത് ചെയ്യണം? ഇവിടെയാണ് തെറ്റുപറ്റുന്നത്. മനുഷ്യൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അവൻ്റെ രക്ഷ ഓട്ടോമാറ്റിക്കലാണ് എന്ന വാദം അങ്ങേയറ്റം വചനവിപരീതം. അത് ചിലതിലേക്കൊന്ന് വരാം. കൃപ എന്ന ആ പദം തെറ്റു ചെയ്യാനുള്ള ഒരനുമതിയായി കാണുന്നില്ല. അത് താങ്കളും ഉൾക്കൊള്ളുന്നു, തെറ്റ് ചെയ്യാനുള്ളൊരു അനുമതി. എന്നാൽ നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ആദ്യത്തെ നിർദ്ദേശങ്ങളിലൊന്ന് സീറ്റ് ബെൽറ്റ് മുറുകണം. ഈ അനൗൺസ്മെൻറ്റ് വന്നു, അല്പനേരം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കഴിഞ്ഞിട്ട് പറയുക സീറ്റ് ബെൽറ്റ് ഇടണം എന്ന നിർദ്ദേശം ഇപ്പോൾ നിലവിലില്ല. അതിൻ്റെ അർത്ഥം എങ്കിലും നിങ്ങളെ രക്ഷയെ കരുതി അത് ഇടുന്നതാണ് നല്ലത്. പക്ഷേ നമുക്കൊരു പരോക്ഷ അനുമതി തരികയാണ്, ഇല്ലെങ്കിൽ ഇരിക്കാം, ഇരുന്നോളൂ, അല്ലെങ്കിൽ ഇത് എടുത്ത് പറയേണ്ട കാര്യമില്ല. ആദ്യമേ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇട്ടു, സുരക്ഷിതത്തിന് നല്ലതാണ്. നമ്മളത് കേട്ടു, ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞു, യാത്ര തുടങ്ങുമ്പോൾ ഈ നിർദ്ദേശം ഇപ്പോൾ നിലവിലില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ലിബറലാകാം, നിങ്ങൾക്ക് ഉദാരമാകാം, നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാം, അത്യാവശ്യത്തിന് ടോയ്ലറ്റിൽ പോകാം, ഇതൊക്കെ ചെയ്യാനുള്ളൊരു അനുമതി തരികയാണ് അവർ. അതിനുള്ള സാഹചര്യമായി എന്ന് വ്യക്തമാക്കുകയാണ്. ലിബറലായ ഇത്തരമൊരു മനോഭാവം എവിടേക്കാണ് ജനത്തെ നയിക്കുന്നത് എന്ന് പഠിച്ചാൽ മനസ്സിലാകും. അത് പാപം ചെയ്യാനുള്ള ഒരു പരോക്ഷ അനുമതിയാണ്. മനുഷ്യനൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കാണ്, യാന്ത്രികമാണ് രക്ഷ എന്ന് ബൈബിളൊന്നും പഠിപ്പിക്കുന്നില്ല. താങ്കൾ ഒഴിഞ്ഞു മാറുന്ന ഒരു വലിയ വാക്യമുണ്ട്. ആ വാക്യം വളരെ സുപ്രധാനം.
താങ്കൾ വളരെ കൃത്യമായി പഠിച്ചു മറുപടി പറയേണ്ടത്. നാളെ ഞങ്ങളോട് പ്രതികരിക്കുമെങ്കിൽ ഒരു അരമണിക്കൂർ എടുത്ത് സംസാരിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. അത് മാർക്കോസ് 16:16 മാർക്കോസ് 16:16 എന്താണ് പറയുന്നത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആ വാക്യത്തിൽ താങ്കൾ വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നുണ്ട്. നോക്കുക, ആ വാക്യം ഗ്രീക്കിൽ ഞാൻ വായിക്കുന്നു. ഹോ പിസ്റ്റിയൂസാസ് കായ് ബാറ്റിസ്റ്റേസ് സോത്തേസൻഡാൻ. ഹോ അത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഹോ പിസ്റ്റിയൂസാസ് വൺ ഹൂ ബിലീഫ്. വിശ്വസിക്കുന്ന ഒരുവൻ അദ്ദേഹം ചെയ്യേണ്ടത് ആദ്യം പറയുന്നു പിസ്റ്റിയൂസാസ്, അവൻ വിശ്വസിക്കണം. രക്ഷയിലേക്ക് വരുന്ന ഒരു പേഴ്സൺ, ഒരു മനുഷ്യൻ, യേശുവിനെ ഉൾക്കൊള്ളുന്നവൻ വിശ്വസിക്കണം. കായ് അത് കൺജങ്ഷനാണ് ഗ്രീക്കിൽ. അടുത്ത വാക്യം പറയാണ് ബാപ്റ്റിസ്തൈസ്. എന്താ അതിൻ്റെ അർത്ഥം? സ്നാനമേൽക്കണം. കായ് എന്ന പ്രയോഗം നോക്കുക, 2 നൗൺ വരുന്നിടത്താണ് കൺജങ്ഷൻ വേണ്ടെന്ന് നമുക്കറിയാമല്ലോ. 2 നൗൺ വന്നിരിക്കുന്നു, ഒരുപോലെ അതിന് രണ്ടും പ്രാധാന്യമുണ്ട്. അത് നമുക്കറിയാം. സൊത്തേസൻഡാൻ അവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. ഇവിടെ സഭകൾ ചിലപ്പോഴൊക്കെ പുലർത്തി വരുന്ന ഒരു നയത്തിലെ അപാകത ഒരു പക്ഷേ ദുർവ്യാഖ്യാനത്തിന് ഹേതുവായിട്ടുണ്ട്. വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തണം, അതിന് സമയം പറഞ്ഞിട്ടില്ല. ബൈബിളിൽ കണ്ടതല്ല. സഡൻ മൂവ്മെൻറ്റിൽ സ്നാനമുണ്ട്, അല്ലെ അന്ന് രാത്രിയോ ആ ദിനങ്ങളിലോ സ്നാനമുണ്ട്. സ്നാനവും രക്ഷയും വേറിട്ട 2 കാര്യമായി ബൈബിളിൽ കാണുന്നില്ല, ഇൻ്റർ കണക്റ്റഡാണ്. വിശ്വസിക്കുന്നവനെ അനുഷ്ഠിക്കേണ്ടതാണ്. പച്ചവെള്ളത്തിലിറങ്ങി മുങ്ങണോ, പച്ചവെള്ളമോ ചൂടുവെള്ളമോ, പക്ഷെ മുങ്ങാൻ കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യണം. അവിടെ ക്വസ്റ്റ്യൻ ഇല്ല, ചോദ്യം ചെയ്യാനാവില്ല. എന്തിനെന്ന് ചോദ്യം ചെയ്യാനാവില്ല. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മനുഷ്യ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. കർത്താവ് എന്തിന് ഇങ്ങനെ പറഞ്ഞു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. പിന്നെയും കാണാം, മത്തായിയുടെ സുവിശേഷം 24:13 കാണുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സഹിച്ചു നിൽക്കുന്നത്, ഇതിനെയൊക്കെയാണ് സഹിച്ചു നിൽക്കേണ്ടത്. അപ്പോൾ സഹിച്ചു നിൽക്കാത്തവൻ്റെ സ്ഥിതി എന്താണ്? ഒരു പരോക്ഷ വായനയ്ക്ക് തുനിയുമോ? അതിൻ്റെ അർത്ഥം ഒരുവൻ രക്ഷാനുഭവം പ്രാപിച്ചു. രക്ഷാനുഭവത്തോട് ചേർന്ന് നിൽക്കുന്ന, തൊട്ടടുത്ത എന്ന് പറയുന്നതിനേക്കാൾ ചേർന്ന് നിൽക്കുന്ന, അറ്റാച്ച്ഡായിട്ടുള്ള അടുത്ത കർമ്മം, അടുത്ത അനുഷ്ഠാനം സ്നാനമാണ്. അത് നിർവഹിച്ചേ പറ്റൂ. അത് പരസ്യ സാക്ഷ്യമാണ്. ഇവ രണ്ടും ചെയ്തിരിക്കണം. അത് വചനം വളരെ കൃത്യതയോടെ പഠിപ്പിക്കുന്നു നമ്മളെ. വചനം വളരെ വ്യക്തമായി സ്നാനത്തിൻ്റെ ഒരു ഉപദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ബാലിശമായ വാദമുണ്ട്, അപ്പോസ്തലപ്രവൃത്തിയിലെല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് സ്നാനം. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണം? അതിനുള്ളൊരു സമയമോ സാഹചര്യമോ നമ്മുടെ മുമ്പിലില്ല ഇപ്പോൾ. വാസ്തവത്തിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ എങ്ങും യേശുവിൻ്റെ നാമത്തിലല്ല സ്നാനം നടന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സാന്ദർഭികമായിട്ട് ഒന്നുകൂടി ഓർപ്പിക്കാം. അതിൻ്റെ തെളിവ് എഫെസോസിൽ പൗലോസ് എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ രക്ഷാനുഭവം പ്രാപിച്ചവരായിരുന്നു. പക്ഷേ അവരോട് ചോദിച്ചു വരുമ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ പറയുക, ഞങ്ങളിങ്ങനെ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? എൻ്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ സ്നാനമേറ്റവൻ പരിശുദ്ധാത്മാവെന്നും കേട്ടിരിക്കും. സ്നാനം യഥാർത്ഥമാണെങ്കിൽ പിതാവെന്ന് കേൾക്കും, പുത്രനെന്ന് കേൾക്കും, പരിശുദ്ധാത്മാവെന്നും കേട്ടിരിക്കും. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് യേശുവിൻ്റെ നാമം. ഞങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റവരാ. എന്താണ് യേശുവിൻ്റെ നാമം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. യേശു പഠിപ്പിച്ചതാണെങ്കിൽ വിപരീത ദിശയിലൊന്ന് ചെയ്യുന്നവൻ ശിഷ്യനല്ല യേശുവിൻ്റെ. യേശു പഠിപ്പിച്ചത് അത് കമ്മീഷനിങ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ കിടപ്പുണ്ട് വിശ്വസിക്കുകയും വിശ്വസിക്കണം, സ്നാനമേൽക്കണം. വിശ്വാസവും സ്നാനവും പരസ്പര പൂരകമായി യോജിച്ചു പോകുന്ന വസ്തുക്കളാണ് ക്രിസ്തീയ വീക്ഷണത്തിൽ. ഇതൊന്നും കണ്ണിക്കാനാവില്ല. മാർക്കോസ് 16:16 താങ്കളുടെ വാദമനുസരിച്ച് വാക്യത്തെ കണ്ണിക്കുന്ന ഒരാളാണല്ലോ താങ്കൾ. അവകാശവാദം ശരിയെന്ന് വെച്ചാൽ അതൊന്ന് കണ്ണിക്കാമോ? 16:16 വ്യക്തമായി കണ്ണിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. ഇവിടെ കായ് അഥവാ ഈ കൺജങ്ഷൻ വന്നത് എന്തിനാണ്? അത് താങ്കൾ വ്യാഖ്യാനിക്കണം, താങ്കൾ അത് ബോധ്യപ്പെടുത്തണം. വീണ്ടും അവസാനത്തോളം സഹിച്ചു നിൽക്കുക. വരാനിരിക്കുന്ന പീഡകൾ, ഇപ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ പീഡകൾ, ഇതിൽ നിന്നൊക്കെ അതിജീവനത്തിന് തുനിയുന്നവൻ. എന്താണ് ആ പീഡകളിലെ ഏറ്റവും പ്രധാനം? അത് ശാരീരിക ഉപദ്രവത്തിൽ അപ്പുറത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയേണ്ട അപ്പോസ്റ്റസി അഥവാ വിശ്വാസത്യജിക്കലിൻ്റെ അനവധി വാഗ്ദത്തങ്ങളുമായി ഈ ലോകം നമ്മുടെ മുമ്പാകെ വരും. യേശുക്രിസ്തുവിൻ്റെ വേദാന്തങ്ങൾ നമുക്ക് അഭിമുഖമായിട്ട് വരും. എന്നാൽ ഇത്തരം വാദങ്ങളെ ജയിക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്താതിൻ്റെ അർത്ഥം? ജയിക്കാത്തവൻ നിത്യജീവനെ പ്രാപിക്കുകയില്ല. അപ്പോൾ സഭയിൽ കടന്നു വന്ന ആളുകളിൽ, വിശ്വാസം സ്വീകരിച്ചവരിൽ 2 വിഭാഗം ആളുകളുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 1 ത്യജിക്കപ്പെടുന്നവർ, 2 സ്വീകരിക്കപ്പെടുന്നവർ. സ്നാനമേറ്റതുകൊണ്ടോ വിശ്വാസം സ്വീകരിച്ചതുകൊണ്ടോ ഒരുവൻ ഒരിക്കലും നിത്യത കരഗതമാക്കുന്നില്ല.
അവൻ എന്ത് ചെയ്യണം? അനുദിന ജീവിതത്തിൽ വിശുദ്ധിയും ജീവിതം നയിക്കണം. അതാണ് റോമർക്കെഴുതിയ ലേഖനം മുഴുവൻ പഠിപ്പിക്കുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. റോമർ 6:14 എന്ന വേദഭാഗം ഒരു പാസ്റ്ററും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. അത് വാസ്തവമായിരിക്കണം, അദ്ദേഹത്തിൻ്റെ അനുഭവമാകും, അതൊന്നും ഞാൻ ఖండిക്കാൻ ആളല്ല, വസ്തുതയാക്കണം. എന്നാൽ ഞാൻ കേൾക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട്, ഞാൻ കേൾക്കാത്ത എത്രയോ പ്രസംഗങ്ങളുണ്ട്. അതുകൊണ്ട് ആരും പ്രസംഗിച്ചിട്ടില്ലെന്നതിന് അർത്ഥമില്ല. തന്നെയല്ല 6:14 ആരും പ്രസംഗിക്കാനും സാധ്യതയില്ല. അതിൻ്റെ കാരണം എന്താ? 6:14 നിന്ന് നമുക്കൊരു സിദ്ധാന്തം രൂപപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വാദം മുകളിലേക്കെടുത്താൽ, അദ്ദേഹം പാസ്റ്റർ വി പി തോമസിനെ കുറിച്ച് പറഞ്ഞ ഒരു ആക്ഷേപം അതിൻ്റെ മുകളിലുള്ള ഭാഗം വായിക്കണം. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇടയ്ക്കൊന്ന് കണ്ടുപിടിച്ചൊരു വാക്യമായിട്ട് പെട്ടെന്ന് വരികയാണ് അദ്ദേഹം ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആർക്കും കഴിയില്ല. മുകളിൽ നിന്ന് വായിച്ചു വരുമ്പോഴാണ് താഴെയുള്ള വാക്യം കാണുന്നത്. താഴെ നിന്ന് മുകളിലോട്ട് അവരോഹണക്രമത്തിൽ വായിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല എന്ന് സഹോദരൻ ഗ്രഹിച്ചാലും, അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ ആ വാദം തന്നെ നോക്കാം. നമുക്ക് ഒന്ന് നോക്കാം. അവിടെ കിടക്കുന്നു 12-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചെങ്കിലേ വാക്യം പൂർണ്ണമാകും. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. ഇവിടെയൊക്കെ പാപത്തോട് പോരാടണം. ആയുധം, യുദ്ധം, ഈ പ്രയോഗമൊക്കെയാണ് പറയുക. ഒത്തിരി യുദ്ധം കണ്ട യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പൗലോസ് അതേ വീര്യം മുഴുവൻ തൻ്റെ വായനക്കാരാകുന്ന റോമക്കാരും യുദ്ധം ചെയ്ത് പടപുരുതി വന്ന ആളുകളാണ്. റോമിലെ ആ ഡോക്ടറിനൽ സ്റ്റാൻഡ്, അവരുടെ കൾച്ചർ, ഇതെല്ലാം പരിശോധിക്കണം. യുദ്ധവും കലഹവും ഒക്കെ കണ്ട് വന്ന ആൾക്കാരാണ്. പാക്സ് റൊമാന, ചരിത്രപ്രസിദ്ധമായ റോമൻ പീസ്, ഇതൊക്കെ കണ്ടു വളർന്ന ആളുകളാണ്. ആ റോമൻ പീസ് തന്നെ, ആ ക്രമസമാധാനം തന്നെ അടിച്ചേൽപ്പിച്ചതായിരുന്നു, കാർക്കശ്യ ബുദ്ധിയോടെ അടിച്ചേൽപ്പിച്ചതായിരുന്നു. അതേ ബോധം പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ കാണിക്കണമെന്ന് പൗലോസ് വളരെ കർശനമായി പറയുന്നു. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഇതാരോടാ പറയുക? ടു ദ ബിലീവേഴ്സ്. നോക്കണം, അപ്പോൾ പാപം വാഴുവാനുള്ള ഒരു ടെൻഡൻസി ബിലീവേഴ്സിൻ്റെ ബോഡിയിലുമുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്ന ഒരു വാദം, മനുഷ്യരാശിയുടെ രക്ഷ പൂർണ്ണമായി എന്നത് അവരൊരു തെറ്റായ ചിന്തയാണ്. മനുഷ്യരാശിയുടെ രക്ഷ എന്നാ പൂർണ്ണമാകുന്നത്? തേസ്കരിക്കപ്പെടുന്നത് വരെ മനുഷ്യരാശിയുടെ രക്ഷ പൂർണ്ണമല്ല. ഈ ദൈവത്തിൻ്റെ വശമാണ് പൂർണ്ണമായിട്ട് അവൻ പ്രഖ്യാപിച്ചു. അതും ഒന്ന് സൂചിപ്പിക്കട്ടെ. ഗ്രീക്ക് ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വ്യാകരണ രീതിയുണ്ട്. ഏറിസ്റ്റ് ഭൂതകാലം എന്നാണ് എന്നെ പറയുക. എന്താണ് ഏറിസ്റ്റ് ഭൂതകാലം? അതൊരു സാമാന്യ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുനിയുന്നു, ചെയ്യാൻ കഴിയുമെന്നുള്ള നിങ്ങളുടെ ദൃഢനിശ്ചയത്തോടെ ചെയ്യും മുമ്പ് നിങ്ങൾ പറയുന്നു അത് ചെയ്തു. ഏറിസ്റ്റ് ഭൂതകാലം 1, 2 എന്നുണ്ട്. അതിങ്ങനൊരു ചർച്ചയിൽ ലളിതമായി പറയാൻ പറ്റുന്ന, അല്ലെങ്കിലും സാധാരണ ഒരാൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ പറയാം. നിങ്ങൾക്ക് കഴിവുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ല, പക്ഷേ ചെയ്തിരിക്കും. ഉറപ്പ് കാരണം നിങ്ങൾ മുൻകൂട്ടി പറയുക അത് ചെയ്തിരിക്കുന്നു. ഉദാഹരണം, ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥിയോട് പറയുന്നു, ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ 3 പേജ് എഴുതിയിരിക്കണം. ഞാൻ പോയിട്ട് വരുന്നു, അവൻ ഇതുവരെ അതിൻ്റെ വർക്ക് തുടങ്ങിയില്ല. ഞാൻ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നു, കുഞ്ഞേ എന്തായി ഇതിൻ്റെ വർക്ക്? അവൻ പറയുന്നു, ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? അവൻ വിശ്വസിച്ചത് അവൻ്റെ കഴിവിലാണ്. ആ കഴിവിൽ വിശ്വസിക്കുന്ന അവനറിയാം, അടുത്ത 4-5 മിനിറ്റിനുള്ളിൽ മാഷ് വരുന്നു, അതിനുള്ളിൽ ഞാനിത് പൂർത്തീകരിക്കും. ആ ഉറപ്പാണ്. കർത്താവായ യേശു ഉപയോഗിച്ച ഏറിസ്റ്റ് ഭൂതകാല പ്രയോഗങ്ങളുണ്ട്. അത് കയറി മനസ്സിലാക്കണമേ. ഇതാ ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നു, കടം കൊടുത്തു തീർത്തിരിക്കുന്നു, വാസ്തവം. ടെറ്റലസ്റ്റായി സകലം പൂർത്തീകരിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നെ ഇരുത്തിയിരിക്കുന്നു. എല്ലാം 100% ശരി. പക്ഷെ നമ്മൾ സ്വർഗത്തിൽ ഇരുന്നില്ല, നമ്മുടെ കടം തീർന്നില്ല, നമ്മുടെ ബാധ്യതകൾ തീർന്നില്ല. എപ്പോൾ തീരും? കർത്താവായ യേശുവിൻ്റെ പുനരാഗമനത്തോടെ എൻ്റെ രക്ഷ പൂർത്തീകരിക്കും. അന്ന് ഞാൻ തേജസ്കരിക്കപ്പെടും. അന്ന് മുതൽ ഞാൻ ദൈവമനുഷ്യനായി പൂർണ്ണ അളവിൽ യാതൊരു സാത്താന്യ ശക്തികൾക്കും ആക്രമിക്കാൻ കഴിയാത്ത സുരക്ഷിത ബോധത്തോടെ ഞാൻ എത്തും. അതുവരെ എനിക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് പലപ്പോഴും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അതിന് കൃപയുടെ സുവിശേഷം എന്ന് പേരിട്ടാൽ അങ്ങേയറ്റം തെറ്റ്. എന്താണ് കൃപയുടെ സുവിശേഷം? അത് ഇത്തരം പോരാട്ടങ്ങൾക്ക് നമുക്ക് വീര്യം തന്നുകൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പോരാടുവാൻ, അടരാടുവാൻ എനിക്ക് വേണ്ട തുണ നിൽക്കുന്ന ദൈവമാണ്. അപ്പോൾ ഞാൻ ചുമ്മാതെ നിന്നു കൊടുക്കുകയല്ല. ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കണം, എൻ്റെ ജോലികൾ അനുഷ്ഠിക്കണം, ഞാനത് കൃത്യതയോടെ ചെയ്യണം. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ 6 സഭകളിൽ നിന്നും ചിലരെ തള്ളിക്കളയുന്നു. അവരെ തള്ളിക്കളയാൻ കാരണം എന്താണ്? അവർ അത് പെർഫോം ചെയ്തില്ല, അവരെ ഡ്യൂട്ടി പെർഫോം ചെയ്തില്ല, അവരെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരുന്നില്ല. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക, അല്ല എങ്കിൽ നിൻ്റെ നിലവിളക്ക് ഞാൻ സ്വസ്ഥാനത്ത് നിന്ന് എടുത്ത് കളയും. എത്ര ഖണ്ഡിതമാണ്! ഞങ്ങളെ കേൾക്കുന്ന മറ്റ് സുഹൃത്തുക്കളുണ്ടല്ലോ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിതിൽ വഞ്ചിക്കപ്പെടാനായിട്ട് പാടില്ല. ഇത് പാപം ചെയ്യാനുള്ള ഒരു അനുമതി പോലെ പരോക്ഷമായി ഇന്ന്
ഈ സഹോദരന്മാർ പ്രചരിപ്പിക്കുന്ന രീതികൾ വിട്ട്, ആ സംഭവങ്ങൾ വിട്ട് നിങ്ങൾ ദയവായി വസ്തുതകൾ ബോധ്യപ്പെടണം. ആരെങ്കിലും ഇത്തരം ചതിവുകളിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കൺവെഷൻ അഥവാ ഏറ്റുപറച്ചിലുണ്ടാകണം. ഏറ്റുപറച്ചിലാണ് ബൈബിൾ സിദ്ധാന്തങ്ങളുടെ കാതൽ, അതിൻ്റെ അടിസ്ഥാനം. അത് നരകത്തിലെ ഉപദേശം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന പ്രിയ സ്നേഹിത, അങ്ങ് നിർവ്യാജ മനസാക്ഷിയോടെ ദയവായി തിരുവെഴുത്ത് പരിശോധിക്കണം, തിരുവെഴുത്ത് പഠിക്കണം. തിരുവെഴുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കരുത്. അതിന് മുതിർന്നവരുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ് എന്ന് മാത്രം ഞാൻ അക്കാര്യത്തിൽ ഓർപ്പിക്കുന്നു. ഒരു വശം കൂടി, സഹോദരൻ ലോറൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വികല വ്യാഖ്യാനം 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ടാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇത് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയ, സഭാംഗങ്ങളിൽ ചിലരെ കൂടി സ്വാധീനിച്ച ദുർനടപ്പിനെതിരെയുള്ള പൗലോസ്ലീഹയുടെ കർശന നിലപാടാണ്. ഇതിൽ അദ്ദേഹം നൽകുന്ന ഒരു ദുർവ്യാഖ്യാനം, ഇതിന് വ്യാഖ്യാനം ആവശ്യമില്ല. എവിടെയാണ് വ്യാഖ്യാനം വേണ്ട? അവ്യക്തതകളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. ഇവിടെ എന്തിനാണ് വ്യാഖ്യാനം വേണമെന്നേ? ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് പറയുക. വൺ വേ തെറ്റിച്ചാൽ ശിക്ഷിക്കും. പിന്നെ സാറേ, വൺ വേ തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് പോലീസിനോട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം വൺ വേ തെറ്റിക്കുന്നത് വളരെ പ്ലെയിൻ റൂത്താണ്, തുറന്നു കിടക്കുന്നൊരു സത്യമാണ്. ഇതുവഴി പോകാൻ പാടില്ല, ശിക്ഷിക്കപ്പെടും. പിന്നെ അവിടെ വ്യാഖ്യാനം വേണ്ട. ഇത് ആർക്കും മനസ്സിലാകും, ഇത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. എന്നാൽ താഴോട്ട് അദ്ദേഹത്തിൻ്റെ ദുർവ്യാഖ്യാനം കേൾക്കുക. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. അദ്ദേഹം അതിന് പറയുന്നത് കണ്ണിക തിരിയുന്നതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. വാക്യം താഴോട്ട് അടുത്ത സെൻറ്റൻസ് തിരിയുകയാണ്. എപ്പോഴാണ് സെൻറ്റൻസ് തിരിയുന്നൊരു ഭാഷാ സംവിധാനത്തിൽ, ഒരു ഭാഷയുടെ ഘടനയിൽ ആദ്യം പറഞ്ഞ വസ്തുത തീർന്നു. അടുത്തത് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. താഴോട്ട് പറയുന്നത് എന്താണ്? മുകളിൽ പറയുന്ന ഭാഗം റിലേറ്റഡ് ടു അഡൾട്ടറി ഓർ ഫോർണിക്കേഷൻ. ഫോർണിക്കേഷൻ ഓർ അഡൾട്ടറി, അവിടുത്തെ തർക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടത് കൊരിന്ത് സഭയിൽ വന്ന മിസ്റ്റേക്ക് നമുക്കറിയാം. അത് വേദപുസ്തക വീക്ഷണത്തിൽ കൊരിന്ത് സഭയുടെ ഒരു സാഹചര്യം കൂടി പഠിക്കണം. ഇന്ന് ന്യൂയോർക്ക് സിറ്റി എന്നൊക്കെ പറയും പോലെ, അല്ലെങ്കിൽ വേണ്ട മുംബൈ നഗരം, വേണ്ട ബാംഗ്ലൂർ പോലെ ഒരു സിൻക്രറ്റിക് കൾച്ചർ ഉൾക്കൊള്ളുന്ന നഗരമാണ് കൊരിന്ത്. ഇതിന് സമാനമാണ് എഫസോസ്. ആസിയയിൽ എഫസോസും ഗ്രീസിൽ കൊരിന്തും സുപ്രധാന നഗരങ്ങളാണ്, വാണിജ്യ നഗരങ്ങളാണ്. വാണിജ്യ നഗരങ്ങളിൽ കൊമേഴ്ഷ്യൽ സിറ്റീസിൽ വരുന്നതൊക്കെ മൈഗ്രേറ്റഡ് പീപ്പിൾസാണ്. ഈ ആളുകൾ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. ഇവിടുന്ന് ഒരു ന്യൂനപക്ഷം ആളുകൾ ചർച്ചിലേക്ക് വരുന്നു. അല്പം കഴിയുമ്പോൾ ഒരു ടൗണിലെ ചർച്ച് എന്ന നിലയിൽ ആളുകൾ എണ്ണം കൂടിക്കൂടി വരുന്നു. ഈ സഭാംഗങ്ങൾ ചിലർ പുറത്തെ ലോകവുമായി ഇടപഴകുന്നു. ഗ്രാമവാസികളെക്കാൾ പെട്ടെന്ന് ലോകമയത്വം അവരിലേക്ക് പ്രവേശിക്കാൻ സാഹചര്യമൊരുങ്ങുന്നു. അവർ പെട്ടെന്ന് സ്വാഭാവികമായും ഇത്തരം സമ്പന്ന നഗരങ്ങളിൽ, ഡെവലപ്ഡ് സിറ്റിയിലല്ല, ഒരു സമാന്തര അധോലോകമുണ്ടാകും. ആ അധോലോകത്തെ ചൂതുകളി, മറ്റ് തെറ്റായ അധാർമികമായ പ്രവണതകൾ ശക്തിപ്പെടും. ഈ പ്രവണതകളിൽ ചിലത് ചർച്ചിനുള്ളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരപ്പെട്ടു. ഇത് ചെയ്യുന്ന ആളുകൾ സഭയ്ക്കുള്ളിൽ വന്നപ്പോൾ അവരെ താക്കീത് ചെയ്തുകൊണ്ടിരുന്നതാണ് കൊരിന്ത് ലേഖനം എന്നാർക്കും അറിയാം. ഈ കൊരിന്ത് ലേഖനത്തിൽ അവർക്കുള്ള ശിക്ഷ പൗലോസ് പറയുകയാണ്. ലോകത്തുള്ളൊരുത്തിൻ്റെ ശിക്ഷ പറയേണ്ടത് പാപി എന്ന ഒറ്റ വാക്കിൽ തീർന്നു. അപ്പോൾ അവ എന്താണ്? യേശുവിനെ സ്വീകരിക്കാതിരിക്കൽ. ബാക്കിയൊന്നും പിന്നെ അവിടെ ബാധകമല്ല, ഒറ്റ കാരണം. പിന്നെ അവൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ശിക്ഷയുടെ കൂടുതൽ കുറവാണ് പിന്നെയുള്ളത്. എന്നാൽ ഇവിടെ കൃത്യം ദൈവരാജ്യം അവകാശമാക്കയില്ല. ആളിനെ എടുത്തു പറയുകയാണ്. ആ ആളുകളുടെ കാറ്റഗറീസ് ഓരോന്നെടുത്ത് പറയുകയാണ്. അതിലെ അരിച്ചെടുത്താൽ മുന്തിയ ഭാഗവും ഏതെങ്കിലും അരാജകത്വങ്ങൾ, വിശേഷിച്ച് വൈകാരികമായിട്ടുള്ള ഒരു പൊതുജന സമക്ഷം നമുക്ക് അത്ര കണ്ട് പറയാനാവാത്ത വിധം ഒത്തിരി എത്തിക്സുകൾ, ഒത്തിരി പുൽപ്പിറ്റ് എത്തിക്സുകൾ സൂക്ഷിച്ചു മാത്രം പ്രയോഗിക്കേണ്ട ഒത്തിരി വസ്തുതകളാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അധർമ്മം, തിന്മ, അസന്മാർഗിക പ്രവൃത്തി. ഈ അസന്മാർഗിക പ്രവൃത്തി അതിനെ ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല. വളരെ വ്യക്തം. താഴെ പറയുന്നത് എനിക്ക് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. എന്താ? അതെനിക്കുമുണ്ട്. പൗലോസിന് മാത്രമല്ല, എനിക്കുമുണ്ട്, ജോൺ ലോറൻസിനുമുണ്ട്,
സകല മനുഷ്യർക്കുമുണ്ട്, ഏത് പാവിക്കുമുണ്ട്. ദൂതന് വരെ കൊടുത്തു ആ കർത്തവ്യം. ദൂതൻ അത് ദുരുപയോഗം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ആ കർത്തവ്യം? ഫ്രീ വിൽ, സ്വയ ഇച്ഛ. എനിക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, ഇതിനുള്ള കർത്തവ്യം. ഞാനാണ് എൻ്റെ മാസ്റ്റർ ആ അർത്ഥത്തിൽ. അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത്. യാന്ത്രികമല്ല മനുഷ്യജീവിതം. എനിക്ക് എൻ്റെ ചിന്താഗതികളുടെ മീതെ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഫ്രീ വില്ല് ദൈവം എപ്പോഴും തന്നു. ഫ്രീ വിൽ, ഈ ഫ്രീ വില്ല് എനിക്കുണ്ട്. എനിക്ക് കർത്തവ്യമുണ്ട് സകലത്തിൻ്റെ മീതെയും. ഞാനാണ് നിശ്ചയിക്കുന്നത് എന്ത് ചെയ്യണം, എന്ത് വേണ്ട. ഈ വാക്യം എന്താണ് പറയുക? ഇവിടെ കൽപ്പനയില്ല. പുതിയ നിയമത്തിൽ കൽപ്പനയേ ഇല്ല. എന്തോ ഒരു വിരോധാഭാസം. പുതിയ നിയമത്തിൽ കൽപ്പനകളില്ല. കൽപ്പനകളുടെ സമാഹാരമാണ് പുതിയ നിയമം. നിരവധി കൽപ്പനകളുടെ സങ്കലനമാണ് പുതിയ നിയമം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണം എന്ത് പഠിപ്പിച്ചോ അതിനേക്കാൾ കടുകട്ടിയായ നിയമം. ഫിലിപ്പിസ് തോമസ് സാറ് തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വസ്തുത ഞാനൊന്ന് ആവർത്തിക്കുന്ന സാന്ദർഭികമായി. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വ്യഭിചാരം തിന്മയാണ്. പുതിയ നിയമത്തിൽ വ്യഭിചാരമാണോ തിന്മ? സ്ത്രീയെ നോക്കുന്നത് മോഹ താല്പര്യത്തോടെ, അത്തരം ഇച്ഛകളോടെ നോക്കുന്നത് പാപം. അപ്പോൾ ഏതാണ് കട്ടി? വീണ്ടും കർത്താവ് പറഞ്ഞു, പരീശൻ്റെ നീതി, ശാസ്ത്രിയുടെ നീതി അതിൽ കവിയുന്നത്. അതുകൊണ്ട് സഹോദരാ, തെറ്റിദ്ധരിക്കരുത്. തോറയേക്കാൾ പ്രബലമായ, ഏറ്റവും കോൺക്രീറ്റഡായ, ഏറ്റവും ഫണ്ടമെൻ്റലായ, അടിസ്ഥാനപരമായ പ്രമാണമാണ് പുതിയ നിയമം. ഒന്നുകൂടി പറഞ്ഞാൽ അത് ഒരു സന്യാസി അനുഷ്ഠിക്കുന്നതിനേക്കാൾ സാധനാനിർഭരമാണ്, ത്യാഗനിർഭരമാണ്. അത് ഞാനത് പറയട്ടെ. ഒരു ബ്രഹ്മചാരിക്ക് അല്ലെങ്കിൽ ഒരു സന്യാസിക്ക് കാട് കയറിയാൽ മതി, ഏകാന്ത ജീവിതം നയിച്ചാൽ മതി. പക്ഷേ ഗാർഹസ്ഥ്യനായ ഈ തിരക്കേറിയ സാഹചര്യത്തിൽ ജീവിക്കുന്ന നമുക്ക് സന്യാസിയേക്കാൾ ഈ നിയമങ്ങൾക്ക് വിരുദ്ധമായി, ഇവിടെ കാണുന്ന സാഹചര്യങ്ങൾക്കെതിരെ പാപമംഗലമായ ലോകത്തിൽ അതിന് വിരുദ്ധമായി നടത്തുന്ന ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം. അതിനിവിടം വിട്ട് നമ്മൾ പോകാതെ ഇവിടെ ജയിച്ച് കാണിക്കണം. നീ എവിടെ പാർക്കുന്നു, അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടം. അവിടെ ജയിച്ച് കാണിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ സഹൃദയർ ഇത് ഏതെങ്കിലും മുൻവിധിയോടെ കാണാതെ ഇതിലെ പരമാർത്ഥതകൾ, ഇതിലെ വസ്തുതകൾ ഹൃദയംഗമായി ഉൾക്കൊണ്ട് ഈ വസ്തുതകളെ വിധിക്കുക, വിലയിരുത്തുക, നിഷ്പക്ഷമായി ദൈവവചനം പഠിക്കുക. നമ്മേക്കാൾ അറിവുള്ളവർ, നമ്മേക്കാൾ മുതിർന്നവർ ഈ ലോകത്തുണ്ട് എന്ന ബോധ്യത്തോടെ അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക, കൂടുതൽ ധ്യാനിക്കുക. വഴിതെറ്റിപ്പോയ നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, അവർ നമ്മുടെ ശത്രുക്കളല്ല, ആശയരംഗത്ത് മാത്രമാണ് അവരോട് ശത്രുതാ മനോഭാവം ഞങ്ങൾക്കുള്ളത്. ഞങ്ങളവരെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളവരോട് ആക്രമണ മനോഭാവം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാനദണ്ഡം വചനത്തോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥത മാത്രമായിരുന്നു. എന്നെങ്കിലും അവർ തിരുത്തി വരുന്ന ഘട്ടം, ആ ഘട്ടത്തിൽ തീർച്ചയായും ഞങ്ങളെ ഇന്നലെ കണ്ടതുപോലെ സ്വന്തം സഹോദരന്മാരായി അവരെ വീണ്ടും ഉൾക്കൊള്ളുവാനുള്ള ഹൃദയ വിശാലതയുണ്ട്. ദൈവത്തിൻ്റെ വഴി വിശാലമാണ്. കൺവെഷൻ, ഏറ്റുപറച്ചിൽ അതെന്നുണ്ടാകുമോ അന്ന് വീണ്ടും നമുക്ക് സഹകരിക്കാനാകും. അത്തരം നല്ല കാലങ്ങളെ ദൈവം നമുക്ക് മുമ്പിൽ ഒരുക്കട്ടെ. ദൈവം കണ്ടവർ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അതിലാക്കുന്ന ദൈവം അവരെയും ആ ഒരു പദ്ധതിയിലേക്ക് മടക്കി വരുത്തട്ടെ എന്ന വേദനാനിർഭരമായ ആത്മഭാരവും വേദനയും പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ.